എനിക്ക് ചോദിക്കാനുള്ളത് ബയോളജി സാറിനോടാണ്. ബയോളജി സാർ കഴിഞ്ഞ ദിവസം 24 ന്യൂസിലെ തമ്മിൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയുണ്ടായി. അതോടുകൂടി എനിക്കൊരു പുതിയ പേരൊക്കെ വീണിരിക്കുകയാണ്, ബയോളജി സാർ. ഞാൻ ആ ചർച്ചയിൽ ഒരുപാട് ബയോളജിയും അതുപോലെ തന്നെ ശാസ്ത്ര പഠനങ്ങളും സർവേകളും എല്ലാം ഉദ്ധരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. അതുകൊണ്ട് അവിടെയുള്ള വിദ്യാർത്ഥികളും പാനലിസ്റ്റുകളും SKN അടക്കം എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഇട്ട് തന്നൊരു പേരായതുകൊണ്ട് തന്നെ ഞാനത് സ്വീകരിക്കും. ഞാനൊരു ബയോളജി അധ്യാപകനാണ്. നമ്മളൊരു വിഷയത്തിൽ അതിന്റെ ശരി എന്താണെന്ന് നോക്കാൻ വസ്തുനിഷ്ഠമായ ഗവേഷണ പഠനങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രീയമായി അതിന്റെ നിങ്ങൾ തുടക്കത്തിൽ അബദ്ധവശാൽ കേട്ട ഒരു സാധനം അതുകൂടി അതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. ഈ അബ്ദുൽ അബ്ബാസിനെ കുറിച്ച് നമ്മൾ ഇടയ്ക്ക് വെച്ച് വീഡിയോ ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചു. കാരണം എന്താ വെച്ചാൽ സത്യസന്ധതയില്ലാത്ത ഒരാളാണ്, അതേപോലെ തന്നെ നിലപാടില്ലാത്ത ആളാണ്, വിമർശനങ്ങളെ ഭയപ്പെടുന്ന ആളാണ്. ഒരു ഭാഗത്ത് വിമർശനങ്ങൾക്ക് ഭയങ്കരമായിട്ട് സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുകയും മറുഭാഗത്ത് വിമർശനങ്ങളെ നേരിടാൻ കഴിയാതെ സംവാദത്തിൽ നിന്ന് ഒളിച്ചോടാൻ ചാനൽ പൂട്ടിക്കാൻ ശ്രമിക്കുകയും എന്നിട്ട് അതിനെക്കുറിച്ച് കാമാന്നൊരക്ഷരം മിണ്ടാതിരിക്കുകയും ചാനൽ തിരിച്ചു കിട്ടിയിട്ടും അതിനെക്കുറിച്ച് കാമാന്ന് മിണ്ടാതിരിക്കുകയും കോടതിയിൽ കൊടുത്ത കേസിനെ കുറിച്ച് ആളുകളോട് പറയാതിരിക്കുകയും ഇങ്ങനെ മൊത്തത്തിൽ ഒരു സങ്കീർണതകൾ നിറഞ്ഞ ഒരു ക്യാരക്ടറായിട്ടാണ് അബ്ദുൽ അബ്ബാസ് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് എനിക്കെതിരെ രംഗത്തുള്ളത്. അപ്പോൾ ആ വിഷയത്തിൽ നമ്മൾ എടുക്കുന്ന ഒരു നിലപാട് എന്താണെന്ന് വെച്ചാൽ അബ്ദുൽ അബ്ബാസിൽ ഇങ്ങനെ പറഞ്ഞു പോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ കൂടിയും ശ്രദ്ധിക്കാണ്ടായപ്പോൾ അബ്ദുൽ അബ്ബാസിൽ പിന്നെ എന്തും പറയാം എന്നായി. അപ്പോൾ ഈ അടുത്ത് തമ്മിൽ എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ അബ്ദുൽ അബ്ബാസിൽ പങ്കെടുത്ത ഒരു വിഷയം, അത് ഫാഷൻ ഷോയും അതേപോലെ തന്നെ സൗന്ദര്യ മത്സരങ്ങളും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായങ്ങളും ഉള്ള ആളുകൾ ഇരിക്കുക, വ്യത്യസ്ത അഭിപ്രായങ്ങൾ തുറന്ന് ചർച്ച ചെയ്യുന്ന തമ്മിൽ എന്ന് പറയുന്ന SKN നേതൃത്വം നൽകുന്ന 24 ന്യൂസിലെ പരിപാടി. അപ്പോൾ ആ പരിപാടി നമ്മളും 2 തവണ പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു. ആ 2 വീഡിയോകളും അത്യാവശ്യം വലിയ വ്യൂവർഷിപ്പ് കിട്ടി. ഒന്ന് 1 മില്യണിനടുത്ത് എത്തി. രണ്ടും വീഡിയോകളും 1 മില്യണിനടുത്ത് എത്തി. അത് കാരണം 1 മില്യൺ കടന്നു. ഒന്ന് 1.1 മില്യൺ ആയി, ഒന്ന് 1 മില്യൺ ആയി. അപ്പോൾ നമ്മൾ അവിടെ ഒരു പരിപാടിക്ക് അവർ വിളിക്കുന്നു, നമ്മൾ പോകുന്നു, നമ്മളുടെ ഭാഗം പറയുന്നു, നമ്മൾ തിരിച്ചു വരുന്നു. അതിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും, അപ്രീസിയേഷൻസ് ഉണ്ടാകും, പല കാര്യങ്ങളുണ്ടാകും. അതൊക്കെ അതിൻ്റെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അബ്ദുൽ അബ്ബാസിൽ അവിടെ പരിപാടിക്ക് പോയത് മുതൽ അതിനെക്കുറിച്ച് അബ്ദുൽ അബ്ബാസിൽ തന്നെ പിന്നെയും അബ്ദുൽ അബ്ബാസിൽ പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടും മതി വരാത്ത ഒരവസ്ഥ അബ്ദുൽ അബ്ബാസിലിൽ പ്രകടമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മാത്രം 2 വീഡിയോ ചെയ്തു. അതിനുശേഷം അദ്ദേഹം മറ്റാളുകൾ വിളിച്ചിരുത്തിട്ട് വേറെ 2 വീഡിയോ ചെയ്തു. ഇതൊന്നും പോരാഞ്ഞിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് ആളെ ഇറക്കിയിട്ട് അദ്ദേഹം വേറെ ഒരു വീഡിയോ, ഇദ്ദേഹത്തിന്റെ വാദഗതികൾക്ക് ബലം നൽകാൻ വേണ്ടി വേറെ ഒരു വീഡിയോ ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതിനെപ്പോ ഇത്ര കഷ്ടപ്പെടുന്നത്? നമ്മൾ പോകുന്നു, നമ്മൾ അഭിപ്രായം പറയുന്നു, പോരുന്നു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചില അഭിപ്രായങ്ങൾ നമ്മൾ ബഹിരാകാശം കടന്ന് യാത്ര പോകും. അങ്ങനെ വരുമ്പോൾ അവിടെ അതൊന്ന് ഭൂമിയിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് തിരിച്ച് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പെടാപ്പാടൊക്കെ അബ്ദുൽ അബ്ബാസിൽ പെടുന്നത് എന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷെ എല്ലാവർക്കും അത് മനസ്സിലായിക്കൊള്ളുന്നില്ലല്ലോ. എനിവേ, അപ്പോൾ അത്തരമൊരു അങ്കലാപ്പിൽ നിൽക്കുന്ന അബ്ദുൽ അബ്ബാസിൽ വിശദീകരിച്ചിട്ടും തൃപ്തി വരാത്ത അബ്ദുൽ അബ്ബാസിന്റെ ആ വീഡിയോയിൽ വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ആ വീഡിയോ കണ്ടു. ആ വീഡിയോ കാണുന്നതിന് മുൻപ് ഞാൻ ആദ്യം കണ്ടത് അബ്ദുൽ അബ്ബാസിൽ പിന്നീട് ചെയ്ത ബയോളജി സാർക്ക് കുട്ടികളോട് പറയാനുള്ളതോ വിദ്യാർത്ഥികളോട് പറയാനുള്ളതോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തു. ഞാൻ ബാസിലിനോട് പ്രാഥമികമായിട്ട് ചോദിക്കുകയാണ്, ശരിക്കും ബാസിലെ നിങ്ങൾ ആരാണ്? നിങ്ങൾ പല്ല് ഡോക്ടറാണോ? അതോ നിങ്ങൾ ബയോളജി മാഷാണോ? അതോ നിങ്ങൾ ദഅവ പ്രവർത്തകനാണോ? അതോ നിങ്ങൾ ഇതെല്ലാം കൂടെയാണോ? അതോ നിങ്ങളൊരു എഡ്യൂക്കേഷണൽ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആണോ? കമ്പനിയുടെ പേര് ഞാൻ പറയുന്നില്ല. നിങ്ങളൊരു എഡ്യൂടെക് കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആണോ? ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്യുന്ന അദ്ദേഹമാണോ? അതോ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡെന്റൽ പ്രൊഫഷണൽ ആണോ? അതോ നിങ്ങൾ കുട്ടികൾക്ക് ബയോളജി ക്ലാസ് എടുക്കുന്ന ബയോളജി അധ്യാപകനാണോ? അതോ നിങ്ങൾ ഇസ്ലാമിലെ എന്ത് വൃത്തികേടിനെയും ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കുന്ന, റേപ്പിനെ വരെ ന്യായീകരിക്കാൻ പരിപാടികൾ അവതരിപ്പിക്കുന്ന, വേദി ഒരുക്കുന്ന ഒരു കേവലം മതപ്രബോധകനും ദാഇയുമാണ്? ഇതിലേതാണ് നിങ്ങൾക്ക് തന്നെ വലിയ ഐഡിയ ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ആരാണ്, നിങ്ങൾ ആരോടൊക്കെ എന്തൊക്കെ എവിടെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വലിയ ഓർമ്മക്കുറവുണ്ട് എന്നാണ് എനിക്ക് സംശയം. അതുകൊണ്ട് ഭൂമി ഉരുണ്ടിട്ടാണല്ലോ, എവിടെയെങ്കിലും വെച്ച് നമ്മൾ നേരിട്ട് കാണും, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ നമ്മളെത്ര റെഡി ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്, അതവിടെ കട്ടെ. അപ്പൊ നമ്മൾ ഈ വിഷയത്തിലേക്ക് വരാം. ഞാൻ കണ്ടത് ഈ ഒരു വീഡിയോ ആയിരുന്നു. അതായത് ബയോളജി സാറിന് അല്ലെങ്കിൽ ബയോളജി മാഷിനോ അങ്ങനെ എന്തോ, ബയോളജി സാറിന് കുട്ടികളോട് പറയാനുള്ളതെന്നോ അങ്ങനെ ഒരു ടൈറ്റിൽ ഒരു വീഡിയോ കണ്ടു. അപ്പൊ എന്താണ് ഇപ്പോൾ ബയോളജി മാഷ്ക്ക് കുട്ടികളോട് പറയാനുള്ളത്, വിദ്യാർത്ഥികളോട് പറയാനുള്ളത് എന്നൊരു കൗതുകത്തിന് ഞാൻ ആ വീഡിയോ കണ്ടു. അതിൽ അദ്ദേഹം പറയുന്നത് SKN അതേപോലെയുള്ള അവിടെ തമ്മിൽ എന്ന് പറയുന്ന പരിപാടിയിൽ പങ്കെടുത്തിട്ട് ഒരുപാട് സയൻസും
ശാസ്ത്രവും മനഃശാസ്ത്രവും ഒക്കെ പറഞ്ഞപ്പോൾ SKN അവിടെ ഉണ്ടായിരുന്ന മറ്റു ആളുകളും ചേർന്നിട്ട് അബ്ദുള്ള ബാസിലിന് ഒരു പേരിട്ട് കൊടുത്തു, ബയോളജി സാർ എന്ന്. ഏതാണ്? SKN പരിപാടിയിൽ പങ്കെടുത്ത മറ്റു ആൾക്കാരും ഒക്കെ ചേർന്ന് അബ്ദുള്ള ബാസിലിന് ഇട്ട് കൊടുത്ത പേരാണ് ബയോളജി സാർ എന്ന്. പക്ഷെ എനിക്കറിയാം അബ്ദുള്ള ബാസിൽ ഒരു സ്വഭാവം വെച്ചിട്ട് അബ്ദുള്ള ബാസിൽ നന്നായിട്ട് സെൽഫ് പ്രൊമോഷൻ ചെയ്യുന്ന ആളാണ്. അതൊരു തെറ്റല്ല, നല്ല കാര്യമാണ്. പക്ഷെ അതിനുവേണ്ടി നുണ പറയരുത്, അത് ഉളുപ്പില്ലായ്മയാണ് എന്ന് അബ്ദുള്ള ബാസിൽ മനസ്സിലാക്കണം. അബ്ദുള്ള ബാസിലിന് അവിടെ ചെന്നിട്ട് ആളുകൾ പേരിട്ട് കൊടുക്കുന്ന ഏർപ്പാടൊന്നും അവിടെ ഇല്ല എന്നാണ് എൻ്റെ മനസ്സിലാക്കൽ. ഞാൻ കുറച്ച് പരിപാടികളെ 2 പരിപാടിയെ പങ്കെടുത്തിട്ടുള്ളൂ, പക്ഷെ ഒരുപാട് പരിപാടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ നിന്ന് ആളുകൾക്ക് പേരിട്ട് കൊടുക്കുന്ന പരിപാടിയൊന്നും അവിടെ ഇല്ല. അവിടെ ചെല്ലുന്ന ആളുകളാണ് അവരാരാണ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് അതിനകത്തൊരു പന്തികേട് തോന്നി. മാത്രമല്ല അബ്ദുള്ള ബാസിലിന്റെ മുൻ സ്വഭാവം വെച്ചിട്ട്, ഇതുവരെയുള്ള സ്വഭാവം വെച്ചിട്ട് അബ്ദുള്ള ബാസിൽ നുണ പറഞ്ഞിരിക്കാനുള്ള നല്ല സാധ്യത ഉണ്ട് അതിന്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ വീഡിയോ ഒന്ന് കാണാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ ആ വീഡിയോ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴല്ലേ അദ്ദേഹം ബയോളജി സാറിന്റെ നിലവാരവും, ബയോളജി സാറ് ശാസ്ത്രവിരുദ്ധരായി അവിടെ ഇരിക്കുന്ന എല്ലാവരെയും മുദ്ര കുത്തിയിട്ട് അദ്ദേഹം അവിടെ പറഞ്ഞ ഇതെല്ലാം കൂടെ കണ്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി സുഹൃത്തുക്കളെ. അപ്പൊ എന്തായാലും നമ്മൾ ബയോളജി സാർ ആയിട്ടുള്ള ആ ഒരു അവരോധം, ആ ഒരു അദ്ദേഹത്തെ ബയോളജി സാറായിട്ട് അവരോധിക്കണമോ അതോ അവരാധിക്കണമോ എന്നറിയാനുള്ള ഒരു ചെറിയ പോർഷൻ നമുക്ക് ആദ്യം ഒന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് വഴിയേ പറയാം. കഴിഞ്ഞ ദിവസം 24 ന്യൂസിലെ തമ്മിൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയുണ്ടായി. അതോടുകൂടി എനിക്കൊരു പുതിയ പേരൊക്കെ വീണിരിക്കുകയാണ്, ബയോളജി സാർ. ഞാൻ ആ ചർച്ചയിൽ ഒരുപാട് ബയോളജിയും അതുപോലെ തന്നെ ശാസ്ത്ര പഠനങ്ങളും സർവേകളും എല്ലാം ഉദ്ധരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. അതുകൊണ്ട് അവിടെയുള്ള വിദ്യാർത്ഥികളും പാനലിസ്റ്റുകളും SKN അടക്കം എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഇട്ട് തന്നൊരു പേരായതുകൊണ്ട് തന്നെ ഞാനത് സ്വീകരിക്കും. ഒരു ഉളുപ്പില്ലാതെ നുണ പറയാൻ എങ്ങനെയാണ് ബാസിലെ നിനക്ക് കഴിയുന്നത് എന്നാണ് എൻ്റെ ഇരുന്ന് പറയുന്ന പറച്ചിലിൽ. ഇദ്ദേഹം പറഞ്ഞ കുട്ടികളും അവിടെയുള്ള ആൾക്കാരൊക്കെ ബയോളജി സാറേ എന്ന് വിളിച്ചു. SKN ബയോളജി സാറ് അപ്രൂവ് ചെയ്തു. അതുകൊണ്ട് അവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയും, അതേപോലെ തന്നെ അബ്ദുള്ള ബാസിൽ അവിടെ ചെന്ന് പറഞ്ഞ ബയോളജിയും സൈക്കോളജിയും സോഷ്യോളജിയും ദന്തോളജിയും എല്ലാം കൂടെ പറഞ്ഞു കേട്ടിട്ട് അവര് ആവേശഭരിതരാവുകയും അതുവഴി തദ്വാര അബ്ദുള്ള ബാസിലിനെ അപ്പോൾ തന്നെ ആസ്ഥാന ബയോളജി സാറായി അവരോധിക്കുകയും ചെയ്തു എന്നാണ് അബ്ദുള്ള ബാസിൽ ഇവിടെ നാണമൊക്കെ കുണുങ്ങി കുറച്ച് എന്താ പറയുക ഒരല്പം ലജ്ജയൊക്കെ ചാലിച്ച് പാച്ച നുണ പറയും. അബ്ദുള്ള ബാസിലിനെ ബയോളജി സാറാക്കിയത് ആരാണ്? SKN അവിടെയുള്ള കുട്ടികളോ? ആ ചർച്ച കണ്ട ആള് എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. അബ്ദുള്ള ബാസിൽ പിന്നീട് വന്നിട്ട് അൺമാസ്കിംഗ് അനോമലീസിന്റെ ആളുകളോട് അല്ലെങ്കിൽ വിശ്വാസികളുടെ മുമ്പിൽ അബ്ദുള്ള ബാസിൽ പാച്ച നുണ പറയുകയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ആണോ അല്ലേ നമുക്കിപ്പോൾ പരിശോധിക്കാം. ആ 24 ന്യൂസിന്റെ ഫുൾ വീഡിയോയുടെ 20ാമത്തെ മിനിറ്റിലാണെന്നാണ് എൻ്റെ ഓർമ്മ. 18 മിനിറ്റ് മുതൽ 21 മിനിറ്റിനിടയിലുള്ള സമയത്ത് കൃത്യമായിട്ട് അബ്ദുള്ള ബാസിൽ പറയുന്ന ഒരു ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അത് ഫുൾ വീഡിയോ ഒന്ന് എടുക്കുമ്പോൾ നിങ്ങൾ ആ സമയം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സംശയമുള്ളവർക്ക് പോയി നോക്കാം. ഞാനൊരു ബയോളജി അധ്യാപകനാണ് എന്ന് അവിടെ ചെന്ന് പരിചയപ്പെടുത്തിയതിന് ശേഷം ഇരിക്കുന്ന ആളുകളുടെ മുമ്പിൽ മുഴുവൻ ഞാൻ വലിയ മുന്തിയ ഒരു ബയോളജി മാഷാണ്, ബയോളജി സാറാണ് എന്ന് സ്വയം പറഞ്ഞതിന് ശേഷം മാത്രമാണ് ആ കൂട്ടത്തിൽ നിന്ന് ബയോളജി സാറേ എന്ന് വിളി വന്നത്. നോക്കൂ, ബയോളജി സാറാണ്, ഞാനൊരു ബയോളജി അധ്യാപകനാണ് എന്ന് പറഞ്ഞതിന് ശേഷം അബ്ദുള്ള ബാസിൽ പറഞ്ഞ മണ്ടത്തരങ്ങൾ, പൊട്ടത്തരങ്ങൾ, തട്ടിപ്പ്, തരികിട മനസ്സിലായ ആൾക്കാര് പരിഹസിച്ച് വിളിച്ചതാണ് ബയോളജി സാറേ എന്ന്. ഏതർത്ഥത്തിലാണ് ഇവർ സാറേ എന്ന് വിളിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ്, വകതിരിവ് അബ്ദുള്ള ബാസിലിന് ഇല്ല. അതല്ലെങ്കിൽ അവിടെ മുളച്ചാല് അതൊരു അലങ്കാരമാണ് എന്ന് അബ്ദുള്ള ബാസിൽ തീരുമാനിച്ചു. എന്നിട്ട് അത് അവനവനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ സംഭവമായിട്ട് എന്നതാ 24ന്റെ അവതാരകനായിട്ടുള്ള SKN അതേപോലെ തന്നെ പരിപാടിയിൽ വന്നുള്ള ആളുകളും എല്ലാവരും കൂടിയും ഞാൻ പറഞ്ഞ ബയോളജി ശാസ്ത്രം കേട്ടിട്ട് അവരെല്ലാവരും കൂടി എനിക്ക് ഇട്ട് തന്നൊരു പേരാണ്, സ്നേഹത്തോടെ ഇട്ട് തന്നൊരു പേരാണ് ബയോളജി സാർ. അതുകൊണ്ട് ഞാൻ അതത് സ്വീകരിക്കുന്നു. എന്തൊരു വിനയം, എന്തൊരു ഭവ്യത. ഉളുപ്പുണ്ട് ബാസിൽ, എനിക്ക് ഉളുപ്പ്. നമ്മൾ നാടൻ ഭാഷ പറഞ്ഞ നാടൻ അവസരമുണ്ട് ചെങ്ങായി എനിക്ക്. അവിടെ പോയിട്ട് അവനാനല്ലാത്തൊരു സാധനം അവനാനാണ് എന്ന് പറയാം. ഇനി ബയോളജി സാറ് എന്താ ബയോളജി സാറ്? അത് കോടതി പറയാൻ വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പൊ നിങ്ങളോട് പറയാം, 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും ഉള്ള കുട്ടികൾക്ക്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 12 പേരും 13 പേരും ഒക്കെ പങ്കെടുക്കുന്ന ലൈവ് ക്ലാസ് റൂം സെഷനിൽ ഇരുന്നു കൊണ്ട് അബ്ദുള്ള ബാസിൽ ബയോളജിക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. അതാണ് ബയോളജി സാർ. നിങ്ങൾ നല്ലോണം മനസ്സിലായിക്കോളി, അതാണ് ബയോളജി മാഷ്.
ഇനിയാണ് അബ്ദുള്ള അബ്ബാസിൽ ബയോളജി സാറ് എന്ന് പറയുന്നത് കേട്ടോ. എന്തിലാവട്ടെ, ഒരു കുട്ടിക്കാണെങ്കിൽ ഒരു കുട്ടിക്ക് ബയോളജി പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കട്ടെ. ബയോളജി മാഷാവാനാണ് അബ്ദുള്ള അബ്ബാസിൽ ആഗ്രഹമെങ്കിൽ ആവട്ടെ. ഇതിലിപ്പോ എന്താ കുഴപ്പം? പല ഡോക്ടർ ബയോളജി പഠിപ്പിക്കാൻ പാടില്ല എന്ന് നിയമമൊന്നുമില്ലല്ലോ, ഇല്ല. പക്ഷെ ബയോളജി സാറാണ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ വിചാരിച്ചത് ഏതോ കോളേജിൽ ബയോളജി ലെക്ചറർ ആണ് എന്നാണ്. ഇത് എന്തിനാ അറിയോ? വ്യക്തിപരമായിട്ട് പരിഹസിക്കാൻ വേണ്ടിയിട്ടല്ല, നോണ പറയുമ്പോൾ കുറച്ച് നാണോ മാനോ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അവനവനുള്ളത് ഉള്ളതാണ്, ഇല്ലെങ്കിൽ ഇല്ല, ഒന്നും മിണ്ടണ്ട. അവനവന് പറയാനുള്ള അഭിപ്രായം. ഇപ്പൊ അബ്ദുള്ള അബ്ബാസിൽ പോയിട്ട് അവിടെ സയൻസ് പറയണം അല്ലെങ്കിൽ ശാസ്ത്രം പറയണം, അതിനിപ്പോ അബ്ദുള്ള അബ്ബാസിൽ ബയോളജി ഭാഷ ആയിക്കോളും നിർബന്ധമൊന്നുമില്ല, ആർക്കും പറയാം. അവനവൻ അറിയാവുന്ന കാര്യം ആർക്കും പറയാം. അതിനിപ്പം ഭാഷ ആണെന്ന് അവിടെ പോയിട്ട് വലിയ വീമ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല. അതിപ്പോ ഞാനൊരു പല്ലു ഡോക്ടറാണ് എന്ന് പറഞ്ഞിട്ട് ഈ ശാസ്ത്രം പറഞ്ഞാലും യാതൊരു തെറ്റുമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഈ ബയോളജി മാഷിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ രക്ഷിതാവാണ് ബയോളജി മാഷ് ക്ലാസ് എടുക്കുന്ന രംഗം എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നത്. അയാളുടെ പേര് എനിക്ക് പറയാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കുങ്ങൾ. അയാൾ കുറെ ചിരിച്ചു എന്നിട്ട്. ഞാൻ കുറെ ചിരിച്ചു. എൻ്റെ കുട്ടി ബയോളജി ട്യൂഷൻ ഇരുന്നപ്പോൾ മാഷെ കണ്ട് ഞാൻ കുറെ ചിരിച്ചു. നിങ്ങളും കുറച്ച് ചിരിക്കുന്നു പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തന്നതാണ്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അബ്ദുള്ള ബാസിലിന്റെ അവിടുത്തെ പെർഫോമൻസിലേക്ക് കിടക്കാണ്. അബ്ദുള്ള ബാസിലിന്റെ പെർഫോമൻസും അബ്ദുള്ള ബാസിലിന്റെ പ്രശ്നവും അബ്ദുള്ള ബാസിൽ നിർദ്ദേശിക്കുന്ന പരിഹാരവും അബ്ദുള്ള ബാസിൽ ഈ ബയോളജി മാഷ് എനിക്ക് അവിടെ നിട്ടുന്ന പേരാണ് എന്ന് പറഞ്ഞതുപോലത്തെ നുണകളാണ് അബ്ദുള്ള ബാസിൽ അവിടെ മുഴുവൻ നടത്തുന്നത്. തട്ടിപ്പും തരികിടയാണ് അബ്ദുള്ള ബാസിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആയുധങ്ങൾ. പിന്നെ നുണ പറയും. തട്ടിപ്പ് നടത്തി നുണ പറയണമല്ലോ. അബ്ദുള്ള ബാസിൽ പണ്ട് ഒരു പഠനം മുന്നോട്ട് വെച്ചുകൊണ്ട് എല്ലാവരും രാവും പകലും ഇസ്ലാമിനെ വിമർശിക്കുമ്പോഴും ലോകത്തിൽ ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാമാണ് എന്ന് പ്യൂ റിസർച്ച് സെന്ററിന്റെ ഒരു കണക്ക് വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഒരു വീഡിയോ ചെയ്യണ്ടായി. അപ്പൊ അതിന് നമ്മളൊരു മറുപടി കൊടുത്തു. ആ മറുപടി വീഡിയോ ആണ് അബ്ദുള്ള ബാസിൽ സ്ട്രൈക്ക് ചെയ്ത വീഡിയോകളിൽ പ്രധാനം. 2 വീഡിയോകളാണ് ആ സീരീസിൽ വന്നത്. അതിൽ 2 അബ്ദുള്ള ബാസിൽ പറയുന്ന ഭാഗങ്ങൾ മാത്രം കേൾപ്പിച്ച 2 ഷോർട്ട് വീഡിയോകൾ അബ്ദുള്ള ബാസിലിന് അത് വലിയ നാണക്കേട് ഉണ്ടാക്കി. അബ്ദുള്ള ബാസിൽ അത് സ്ട്രൈക്ക് ചെയ്തു. നമ്മളെ ചാനൽ പൂട്ടിക്കാൻ വേണ്ടി അബ്ദുള്ള ബാസിൽ രാവും പകലും ഉറക്കമൊഴിച്ചിരുന്ന് ഏകദേശം ഒരാഴ്ചയോളം പണിയെടുത്തു. നിങ്ങൾ മനസ്സിലാക്കണം. എന്തിനാ? അബ്ദുള്ള ബാസിൽ ഇങ്ങനെ നുണ പറയും, നമ്മളത് കൈയോടെ പിടിക്കും, ആൾക്കാരെ മുമ്പിൽ വെക്കും. അത് അബ്ദുള്ള ബാസിലിന് ഇഷ്ടമല്ല. അതാണ് അബ്ദുള്ള ബാസിന്റെ പ്രശ്നം. അപ്പൊ എന്തായാലും ബാസിലെ നമ്മൾ ഇനി അബ്ദുള്ള ബാസിന്റെ അവിടുത്തെ പെർഫോമൻസിലേക്ക് പോവാണ്. ബാസിൽ പറഞ്ഞ ശാസ്ത്രം കേട്ട് മൂക്കത്ത് വിരൽ വെച്ച ആൾക്കാരുണ്ട്, അത്ഭുതപ്പെട്ടിട്ട് അല്ലെ അണ്ണാക്ക് തള്ളിയവരുണ്ട്. എന്തായാലും അവരുടെ മുമ്പിൽ നമ്മൾ ഇതൊന്ന് കേൾക്കുകയാണ്. നമ്മളിപ്പോൾ ഞാൻ ബയോളജി ഒന്നും പഠിച്ച മാഷല്ല, ഞാൻ ശാസ്ത്ര വിദ്യാർത്ഥി അല്ല, മീൻസ് ശാസ്ത്രീയമായിട്ടുള്ള വിഷയങ്ങളിൽ ആഴത്തിൽ പഠിച്ചിട്ടുള്ള ആളല്ല, അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ള ആളല്ല. നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ അറിയാൻ ശ്രമിക്കുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് ആ അർത്ഥത്തിൽ ആ ശാസ്ത്രത്തിലേക്ക് അധികം കടന്നു പോകുന്ന ആളല്ല. അപ്പോ ഇതേ സമയത്ത് അബ്ദുള്ള ബാസിലാണെങ്കിൽ ഒരു ബയോളജി മാഷാണ്. അപ്പൊ നമ്മൾ ഒരു വിദ്യാർത്ഥിയുടെ മനസ്സോടുകൂടി, മാഷ് പല ഡോക്ടറാണെങ്കിലും ഇപ്പൊ നമുക്ക് PT മാഷൊക്കെ വന്നിട്ട് ഇംഗ്ലീഷ് ക്ലാസ് എടുത്ത കാലം ഉണ്ട്, കണക്കൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അതൊന്നും കാര്യമാക്കണ്ട. എന്നതുപോലെ പല ഡോക്ടറുടെ ബയോളജി ക്ലാസ് നമ്മളൊന്ന് കേൾക്കുകയാണ്. നമ്മൾ കേട്ട് പോകാം, ചോദിച്ച് പോകാം. അതിൽ നമ്മൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്തിട്ട് പോകാം. ശരി തെറ്റുകൾ സാമാന്യ ബോധം ഓഫാക്കി വെച്ചിട്ടില്ലാത്തതുകൊണ്ട് നമ്മുടെ സാമാന്യ ബുദ്ധിയിൽ വരുന്ന ചില സംശയങ്ങൾ ചോദിച്ചു പോകാം. അതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇതിൽ അബ്ദുള്ള ബാസിൽ പറഞ്ഞ ശാസ്ത്രങ്ങൾ ഇസ്ലാമിക് സ്യൂഡോ സയന്റിസ്റ്റുകൾ ചെയ്യുന്ന കലാപരിപാടി, സയൻസ് ജേണലുകളോ പഠനങ്ങളോ വാർത്താക്കുറിപ്പുകളോ കട്ടിങ്ങുകളോ പുസ്തകത്തിന്റെ പേജുകളോ താളുകളോ ഒക്കെ അവനവന്റെ ഇഷ്ടത്തിന് അടർത്തിയെടുത്ത് ദുർവ്യാഖ്യാനിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറച്ചു വെച്ച് അവരുദ്ദേശിക്കാത്ത രീതിയിൽ അതിനെ പ്രൊജക്ട് ചെയ്തിട്ട് തട്ടിപ്പ് നടത്തുക, തരികിട നടത്തുക എന്നത് ബാസിലിന്റെ പതിവ് പരിപാടിയാണ്. അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അതുകൊണ്ട് അബ്ദുള്ള ബാസിൽ പറഞ്ഞ ശാസ്ത്രം നമ്മൾ പ്രത്യേകമായി ശാസ്ത്ര വിശകലന വീഡിയോ ചെയ്യും. ഇന്ന് നമ്മൾ അബ്ദുള്ള ബാസിലിന്റെ നുണയും ബടായിയും അബ്ദുള്ള ബാസിലിന്റെ ഇരട്ടത്താപ്പും അബ്ദുള്ള ബാസിലിന്റെ ആവശ്യവും എന്താണ് എന്നതിനെ വിശകലനം ചെയ്യുകയാണ്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആ ശാസ്ത്രങ്ങളൊക്കെ നമ്മൾ വീണ്ടും വേറെ ആവശ്യം വന്നാൽ നമ്മൾ ഒരു കൂടെ വരും. പല്ല് ഡോക്ടർക്ക് ബയോളജി ക്ലാസ് എടുക്കാമെങ്കിൽ എക്കണോമിക്സ് പഠിച്ച ആൾക്കാർക്കും ബയോളജി ക്ലാസ് എടുക്കാം. ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും ബയോളജി ക്ലാസ് എടുക്കാം. ഞാൻ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു എന്നാണ് അവർക്ക് ഇതിനെക്കുറിച്ച് പറയുന്ന വലിയൊരു ആക്ഷേപം. ഞാൻ പഠിക്കുന്ന സമയത്ത് ഓട്ടോ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും എടുക്കാം. ആർക്കും സയൻസ് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ട് പല്ലു ഡോക്ടറായ ബയോളജി സാറിന്റെ ബയോളജി ക്ലാസ്, ശാസ്ത്ര ക്ലാസ് ഒരുപക്ഷെ വേണ്ടി വന്നാൽ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബടായിയൊക്കെ ഒന്ന് കേട്ടുപോകാം. കേട്ട് ചോദിച്ച്
നമ്മളൊരു വിഷയത്തിൽ അതിന്റെ ശരി എന്താണെന്ന് നോക്കാൻ വസ്തുനിഷ്ഠമായ ഗവേഷണ പഠനങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രീയമായി അതിന്റെ അവസ്ഥ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ഒരു ഫാഷൻ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഏതെങ്കിലും പാശ്ചാത്യനാണോ അല്ലെങ്കിൽ ഏത് സംസ്കാരമാണ്, അതൊന്നും നമ്മൾ ഏത് സംസ്കാരത്തിലാണെങ്കിലും ശരിയുള്ളത് നമുക്ക് എടുക്കാം, തെറ്റായത് നമുക്ക് ഒഴിവാക്കാം, അത്രേ ഉള്ളൂ. ഇവിടെ നമുക്ക് അത് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ സമൂഹത്തിന് അതിൽ എന്തെങ്കിലും ഹാം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്നാമതായിട്ട് പറയുന്നു, അബ്ദുള്ള ബാസിൽ ഒരു കപടനാണ്. ഇദ്ദേഹം ഇവിടെ പറഞ്ഞ ഈ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ആദർശവുമായി പൊരുത്തപ്പെടുന്നതല്ല. ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് വസ്തുനിഷ്ഠമായ വിശകലനത്തിന്റെയും ശാസ്ത്രീയമായ നിഗമനങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് എന്നത് അബ്ദുള്ള ബാസിലിന്റെ അഖീദയിൽ പറഞ്ഞ കാര്യമേ അല്ല. ഇതാണ് അബ്ദുള്ള ബാസിൽ അങ്ങേയറ്റം കപടനാണ്. ഒരാൾക്കൊരു നിലപാടലേ ഉണ്ടാവാൻ പാടുള്ളൂ. ഒരു വിഷയത്തിൽ ഒരു തെറ്റോ ശരിയോ എന്നൊരു കാര്യം തീരുമാനിക്കുന്നത് നമ്മളുടെ കോമൺ സെൻസ് വെച്ചിട്ടും വസ്തുനിഷ്ഠമായ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിലും അത് സമൂഹത്തെ എങ്ങനെ ബാധിക്കും എന്ന് നോക്കിയിട്ടും ആണോ അബ്ദുള്ള ബാസിന്റെ വിശ്വാസം? അല്ല. പടച്ചോൻ എന്ത് പറഞ്ഞു എന്ന് നോക്കിയിട്ടാണ് വസ്തുനിഷ്ഠമായ വിശകലനവും അത് സമൂഹത്തിന് എന്തെങ്കിലും ഹാം ഉണ്ടോ, ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ എന്താണ്, വസ്തുനിഷ്ഠമായ പഠനങ്ങളുടെ റിസൾട്ട് എന്താണ്, ഇത് നോക്കിയിട്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ തെറ്റും ശരിയും അങ്ങനെയാണ് നമ്മൾ തെറ്റും ശരിയും നിർണയിക്കേണ്ടത് എന്ന വാദം യുക്തിവാദികളുടെ വാദമാണ്. അത് യുക്തിവാദമാണ്. അബ്ദുള്ള ബാസിൽ ഇപ്പൊ പറഞ്ഞത് യുക്തിവാദമാണ്. അബ്ദുള്ള ബാസിൽ യുക്തിവാദിയാണോ അല്ലേ എന്ന് വിശ്വാസികൾ ചോദിക്കാം. ഒരു കാര്യം തെറ്റാണ് എന്ന് നിങ്ങൾ എങ്ങനെ പറയും എന്ന് നമ്മളോട് ചോദിക്കുന്ന ബാസിൽ പറയാണ്, തെറ്റും ശരിയും തീരുമാനിക്കാൻ നമുക്ക് എങ്ങനെ അറിയാം? തെറ്റും ശരിയും നിർണയിക്കേണ്ടത് ഇതൊക്കെ അറിയാവുന്ന അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ നോക്കിയിട്ടല്ല, പഠനങ്ങൾ നടത്തിയിട്ടല്ല, അതിന്റെ എന്താ പറയാ ഹാം പ്രിൻസിപ്പിൾ നോക്കിയിട്ടല്ല ഒരു കാര്യം തെറ്റും ശരിയുമാകുന്നത് എന്ന് വിശ്വസിക്കുകയും വിശദീകരിക്കുകയും അത്തരം നിലപാടുള്ള ആൾക്കാരെ പരിഹസിക്കുകയും ചെയ്യുന്ന അബ്ദുള്ള ബാസിൽ 24 ന്യൂസിൽ പോയിരുന്നിട്ട് പറയാണ്, നമ്മൾ ഒരു കാര്യം തെറ്റാണോ ശരിയാണോ എന്ന് വിശദീകരിക്കേണ്ടത്, വിശകലനം ചെയ്യേണ്ടത് ഇങ്ങനെ ഈ ഹാം പ്രിൻസിപ്പിളിന്റെയും അതേപോലെ തന്നെ ഇതിന്റെ വരും വരായികകളും വസ്തുനിഷ്ഠമായിട്ടുള്ള പഠനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് എന്നാണ് അബ്ദുള്ള ബാസിൽ പറയുന്നത്. അബ്ദുള്ള ബാസിൽ അങ്ങനെ നിലപാടുണ്ടെങ്കിൽ നല്ല കാര്യം, സ്വാഗതാർഹമാണ്. എല്ലാ കാര്യത്തിലും ആ നിലപാടുണ്ടോ എന്നത് വേറെ ചോദ്യമാണ്. പക്ഷെ അബ്ദുള്ള ബാസിൽ പറയേണ്ടത് ഒരു കാര്യം തെറ്റാണോ ശരിയാണോ നല്ലതാണോ ചീത്തയാണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് വസ്തുനിഷ്ഠമായിട്ടുള്ള വിശകലനത്തിന്റെയും സമൂഹത്തിന് അത് ഗുണമാണോ ദോഷമാണോ എന്ന് നോക്കിയിട്ടും ആണോ, ആണെങ്കിൽ ആണെന്ന് പറയാം, അല്ലെങ്കിൽ അല്ല എന്ന് പറയാം. അതോ പടച്ചോനാണ് ഇതൊക്കെ അറിയാം, നമ്മൾ തെറ്റു ശരി തീരുമാനിച്ചാൽ ശരിയാവില്ല, നമ്മളെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വിശകലനം ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ശരിയായ അർത്ഥം ശരിയായ ഉത്തരത്തിൽ എത്താൻ കഴിയില്ല. അതുകൊണ്ട് ഒരു കാര്യം തെറ്റോ ശരിയോ എന്ന് തീരുമാനിക്കേണ്ടത് എല്ലാം പടച്ച് പരിപാലിക്കുന്ന എല്ലാത്തിനും കഴിവുള്ള പടച്ച റബ്ബാണ്, ദൈവം തമ്പുരാനാണ് തെറ്റു ശരിയെന്ന് നിർണ്ണയിക്കേണ്ടത്. അതുകൊണ്ടാണ് മതപരമായ മൊറാലിറ്റികൾ നമ്മൾ അംഗീകരിക്കേണ്ടത്, അനുസരിക്കേണ്ടത് എന്ന അബ്ദുള്ള ബാസിന്റെ വാദം അബ്ദുള്ള ബാസിൽ ഇപ്പൊ കളഞ്ഞോ, വിട്ടോ, ഒഴിവാക്കിയോ, കൈയൊഴിഞ്ഞോ, പടച്ചോനെ കൈവിട്ടോ എന്നാണ് ചോദ്യം. രണ്ടാമത്തത്, ഇനി അടുത്ത പോയിന്റ്. ഓരോ പോയിന്റ് നമ്മളിങ്ങനെ ഓരോരോ പോയിന്റ് കേൾക്കുന്നു, ചില ചോദ്യങ്ങളുടെ ചോദിക്കുന്നു, നമുക്ക് പറയാനുള്ള അഭിപ്രായങ്ങളുടെ അത് പറയുന്നു, മുന്നോട്ട് പോകുന്നു. അങ്ങനെയാണ് കേട്ടോ. ഒന്ന് അപ്പൊ ഇദ്ദേഹം പറയുന്നത് ഫാഷൻ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട്, സൗന്ദര്യ മത്സരങ്ങളുമായി ബന്ധപ്പെട്ട്, അഡ്വർടൈസിങ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട്, അതേമാതിരി കോസ്മെറ്റിക് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട്, വിഷ്വൽ മീഡിയ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട്, എന്തിനേറെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട്, മദ്രസകളും പള്ളി ദർസുകളുമായി ബന്ധപ്പെട്ട്, യൂട്യൂബ് ചാനലുകളുമായി ബന്ധപ്പെട്ട് ഒക്കെ പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അവിടെയൊക്കെ പലതരത്തിലുള്ള ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ അനാരോഗ്യകരമായ പല പ്രവണതകളും കാണാൻ പറ്റുന്നുണ്ട്. എന്തിനേറെ സ്വതന്ത്ര ചിന്താ മണ്ഡലത്തിൽ, മദ്രസ പള്ളി ദർസുകളിൽ, മുജാഹിദ് സംഘടനകളുടെ ഉള്ളിൽ, എല്ലായിടത്തും മനുഷ്യന്മാർ പ്രവർത്തിക്കുന്നിടത്തൊക്കെ അനബലഷണീയമായ ചില പ്രവണതകൾ ഏറിയും കുറഞ്ഞും ഉണ്ടാവും. അത് ഒരു ഇൻഡസ്ട്രിയെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ, ഒരു കാര്യത്തെ പൂർണ്ണമായിട്ട് തെറ്റാണെന്നോ ശരിയാണെന്നോ തീരുമാനിക്കാനുള്ള ഒരു മാനദണ്ഡമല്ല. ഇത് ഞാൻ പ്രാഥമികമായിട്ട് പറഞ്ഞു വെക്കുകയാണ്. ഈ ഓരോ കാര്യങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം എനിക്കും ഉണ്ടാവാം. ഇപ്പോ ഒരു ഉദാഹരണത്തിന്, സ്വകാര്യ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അനാരോഗ്യകരമായിട്ടുള്ള പ്രവണതകളുണ്ട് എന്ന് ഒരു ആക്ഷേപമുണ്ട്, പല തെളിവുകളുണ്ട്, പലതരത്തിലുള്ള നിരീക്ഷണങ്ങളുണ്ട്, പല ആളുകൾക്ക് അനുഭവങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആശുപത്രി വ്യവസായം അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികൾ എന്ന് പറയുന്നത് അപ്പാടെ സമൂഹത്തിന് ദോഷമാണ് എന്നൊരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തുമോ? ഇല്ല. കുറച്ചുകൂടി കനപ്പെട്ട ഒരു ഉദാഹരണമുണ്ട്, അത് നമുക്ക് സമയത്ത് ആവശ്യം വരുമ്പോൾ പറയാം. അപ്പൊ ഇദ്ദേഹം പറയാൻ പോകുന്നത് വസ്തുനിഷ്ഠമായിട്ടുള്ള വിശകലനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഫാഷൻ ഷോകൾ, അതേപോലെ തന്നെ സൗന്ദര്യ മത്സരങ്ങൾ, ഇതൊക്കെ ബന്ധപ്പെട്ട് അബ്ദുള്ള ബാസിന് അതിന് എതിർപ്പുണ്ട്, സ്വാഭാവികമാണ്. അതിൽ എതിർക്കണമെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം അബ്ദുള്ള ബാസിലുണ്ട്. അതിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും അതിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നവരും പഠനം നടത്തുന്നവരും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നവരൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അബ്ദുള്ള ബാസിൽ അവിടെ അബ്ദുള്ള ബാസിന്റെ അഭിപ്രായം പറയാണ്,
ആദ്യം നമുക്ക് അതൊന്ന് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചില ചോദ്യങ്ങളുണ്ട് ബാസിലോട്. സൗന്ദര്യ മത്സരങ്ങളിലൊക്കെ പലപ്പോഴും സ്ത്രീയുടെ ശരീരം അത് പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, മറിച്ച് വളരെ കൃത്യമായി ഈ വിഷയത്തിൽ അക്കാദമികമായി പഠിച്ചിട്ടുള്ള റാഡിക്കൽ ഫെമിനിസ്റ്റുകളായ ആളുകൾ, ഇപ്പൊ ഷൈല ജഫ്രീസിനെ പോലെയുള്ള, അതേപോലെ തന്നെ ഒരുപാട് ഫെമിനിസ്റ്റ് ചിന്തകരായ ആളുകൾ, അവർ മുന്നോട്ട് വെക്കുന്ന ഒരു വസ്തുനിഷ്ഠമായ വിമർശനമുണ്ട്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ സ്ത്രീയുടെ ശരീരം കമോഡിഫൈ ചെയ്യുന്നു, ഒബ്ജക്ടിഫൈ ചെയ്യുന്നു, എന്ന് വെച്ചാൽ സ്ത്രീയുടെ ശരീരം വസ്തുവായി മാറുന്നു. അപ്പോൾ റാഡിക്കൽ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഷൈല ജഫ്രിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള പഠനങ്ങൾ, ആധികാരികമായ അക്കാദമികമായ എന്നൊക്കെയാണ് പറയുന്നത്, അവരുടെ അഭിപ്രായങ്ങളും അവരുടെ പുസ്തകങ്ങളും അനുസരിച്ചിട്ട് ഫാഷൻ ഇൻഡസ്ട്രി സ്ത്രീകളെ കമ്മോഡിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനെ എന്താ പറയുക, സ്ത്രീ ശരീരങ്ങളെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നു, ഒരു വസ്തുവായിട്ട് പരിഗണിക്കുന്നു. വിമർശനാത്മകമായിട്ടുള്ള ഒരു നിലപാട് എടുത്ത പല ആൾക്കാരുണ്ട്. ഫാഷൻ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, പല മേഖലകളിലും സ്ത്രീ ശരീരങ്ങളെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നു എന്ന് വിമർശനമുള്ള അല്ലെങ്കിൽ അതിൽ അഭിപ്രായമുള്ള പല ആൾക്കാരുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളാണ് അവര്, ആ കൂട്ടത്തിൽ മറ്റൊരാളാണ് അബ്ദുള്ള ബാസിൽ. ഇതിലെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം പറയുന്നത് ഇത്തരം പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ നിരോധിക്കേണ്ടതാണ്, ഇത് ഭയങ്കര പ്രശ്നമാണ്. എന്താണ്, സൗന്ദര്യ മത്സരമായാലും ഫാഷൻ ഷോകളായാലും ഭയങ്കര പ്രശ്നമാണ്. എന്താണ് പിന്നെ നേരത്തെ പറഞ്ഞ ഷൈല ജഫ്രിയുടെ പ്രശ്നം, എന്താണ് ബാസിലിന്റെ പ്രശ്നം, അത് നമുക്ക് പറയാം. രണ്ടാളുടെയും പ്രശ്നം, രണ്ടുപേരുടെയും പരിഹാരം, ഇതുകൂടി നോക്കണമല്ലോ. വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്യണം എന്നാണ് ബാസിൽ പറഞ്ഞത്. അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പൊ അത് ഇദ്ദേഹം ആദ്യം ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ വെറുതെ പറയുന്നല്ല, ഈ വിഷയത്തിൽ ശാസ്ത്രീയമായ പഠനങ്ങളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരു നഗ്നതയുള്ള ശരീരത്തും ഒരു സ്ത്രീയുടെ ശരീരം കാണുമ്പോൾ പുരുഷന്റെ ബ്രെയിനിൽ ഏതു ഭാഗമാണ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ശാസ്ത്രീയമായി FMRI സ്കാനിങ് വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ സ്ത്രീയുടെ നഗ്നത കാണുമ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷന്റെ ശരീരത്തിൽ അല്ലെങ്കിൽ പുരുഷന്റെ തലച്ചോറിൽ പ്രത്യേകിച്ചും പോസ്റ്റ് സെൻട്രൽ ഗൈഡസ് പോലെയുള്ള ഒബ്ജക്റ്റുകളെ ഐഡന്റിഫൈ ചെയ്യുന്ന സെന്ററുകളാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആ സ്ത്രീയെ, നഗ്നത കാണുന്ന സ്ത്രീയെ സമൂഹം അല്ലെങ്കിൽ പുരുഷന്മാർ പ്രത്യേകിച്ച് കാണുന്നത് ഒരു വസ്തുവായി മാത്രമാണ്. ശുദ്ധമായ അസംബന്ധം, വിവരക്കേട്. പല ഡോക്ടർ ബയോളജി പഠിപ്പിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്നാണ് അക്കാര്യത്തിൽ പറയുന്നത്. ഒന്നാമത് ഇത് ബയോളജി പോലും അല്ല, ന്യൂറോളജിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഇതിന് അദ്ദേഹം പറയുന്നത് പ്യുവർ ബയോളജിയാണ്, ഇത് പ്യുവർ സയൻസ് ആണ് എന്നൊക്കെയാണ്. പോസ്റ്റ് സെൻട്രൽ ഗ്ലൈറസ്, ഒരു സ്ത്രീയുടെ ശരീരം അല്ലെങ്കിൽ നഗ്നത കാണുമ്പോൾ ആക്ടിവേറ്റ് ചെയ്യപ്പെടും എന്ന് അബ്ദുള്ള ബാസിൽ പറഞ്ഞത് ശുദ്ധമായ അസംബന്ധമാണ്, നുണയാണ്. ഒന്നുകിൽ അബ്ദുള്ള ബാസിൽ അറിഞ്ഞുകൊണ്ട് നുണ പറഞ്ഞതാണ്, അല്ലെങ്കിൽ അബ്ദുള്ള ബാസിൽ അബദ്ധം പറ്റിയതാണ്. ഇതിൽ രണ്ടിൽ ഏതാന്ന് ബയോളജി സാറ് പറയണം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ബയോളജി സാറിന് വിളിക്കാൻ പോകുന്നത്, കാരണം അദ്ദേഹം തന്നെയാണ് ബയോളജി സാറായിട്ട് പറയുന്നത്. അപ്പോൾ ബയോളജി സാറോട് ചോദിക്കുകയാണ്, ഞാൻ വിദഗ്ധനൊന്നുമല്ല, ശാസ്ത്രജ്ഞനും അല്ല, ശാസ്ത്ര അധ്യാപകനും അല്ല. പോസ്റ്റ് സെൻട്രൽ ഗ്ലൈറസ് ദൃശ്യത്തിൽ ഒരാളെ, ഒരു കാര്യം, ഒരു വസ്തു, ഒരു കാഴ്ച കാണുമ്പോൾ ആക്ടിവേറ്റ് ചെയ്യപ്പെടുമോ ഇല്ലയോ? ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾക്ക്, അബ്ദുള്ള ബാസിലിന്റെ ബയോളജി കുട്ടികൾക്ക്, ബാസിൽ അല്ലെങ്കിൽ ഈ ബയോളജി മാഷിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, അഭ്യുദയകാംക്ഷികൾക്ക് ഗൂഗിളിനോട് ചോദിക്കാം, ജെമിനിയോട് ചോദിക്കാം, ആരോട് വേണമെങ്കിൽ ചോദിക്കാം. പൊട്ട തെറ്റാണ് ഈ പറഞ്ഞ സയൻസ്. അതുകൊണ്ടാണ് പറഞ്ഞ അബ്ദുള്ള ബാസിൽ പറഞ്ഞ സയൻസ് നമുക്ക് പ്രത്യേകമായിട്ട് തന്നെ വിശകലനം ചെയ്യേണ്ടി വരും. വേണ്ടി വന്നാൽ നമ്മൾ അബ്ദുള്ള ബാസിലിന്റെ സയൻസ് വിശകലനം ചെയ്യും, പൊളിച്ചടുക്കി നമ്മൾ തരും കയ്യിൽ. നോണ പറയുമ്പോൾ അടുക്കി പെറുക്കി നോണ പറയണം. നോണ പറയാൻ ഒരു കെൽപ്പ് വേണം, ഒരു കഴിവ് വേണം. അത് ബാസിലിന് ഇല്ല. അദ്ദേഹം പറഞ്ഞത് നഗ്നത കാണുമ്പോൾ, നഗ്നത കാണുമ്പോൾ ആക്ടിവേറ്റ് ചെയ്യപ്പെടും എന്നുള്ളത്, ഒബ്ജക്റ്റുകളെ ഐഡന്റിഫൈ ചെയ്യപ്പെടും എന്ന് പറയുന്നത്. ഇത് രണ്ടിനെയും കൂട്ടിക്കുഴച്ചത് എന്തിനാണ്? അബ്ദുള്ള ബാസിൽ എന്ന് പറയുന്ന ബയോളജി സാറ് പറയണം. പിന്നെ സാറ് പറഞ്ഞതല്ലേ, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ബയോളജി മാഷ് പറഞ്ഞാൽ അത് ശരി എന്നെടുക്കണം, അങ്ങനെ എടുത്തോളി, കുഴപ്പമില്ല. കാരണം അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ, മുഹമ്മദ് നബി ചെയ്തിട്ടുണ്ടോ, എന്നാ പിന്നെ ശരി, അത് തെറ്റ്, അത് ശരി, അല്ലാത്തത് തെറ്റ് എന്നതാണ്. പോസ്റ്റ് സെൻട്രൽ ഗ്ലൈറസ് ഒരാളുടെ ശരീരമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവോ കാണുമ്പോൾ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണോ? അവിടുത്തെ ന്യൂറോൺസ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? സ്പർശനം കൊണ്ടാണോ, ദർശനം കൊണ്ടാണോ എന്ന് ബയോളജി സാറ് അടുത്ത ക്ലാസ് പറഞ്ഞാൽ മതി. നമ്മൾ തെറ്റിച്ച നമ്മൾ ഇമ്പോസിഷൻ എഴുതാം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ ജസ്റ്റ് പോസ്റ്റ് സെൻട്രൽ ഗ്ലൈറസ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്, സെൻസ് ചെയ്യുന്നത് ഏത് തരം സെൻസറിയാണ്, അതായത് ദൃശ്യമാണോ സ്പർശനമാണോ എന്ന് നിങ്ങൾ ഇപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം കമന്റ് ബോക്സിൽ എഴുതും. നമ്മളിനിപ്പോൾ നമുക്കിത് അറിയാത്ത ആളാണ്, നമ്മൾ പഠിക്കുന്ന കുട്ടികളാണ്. ബയോളജി മാഷ് പറഞ്ഞാണ് ശരിയെങ്കിൽ ഞാൻ ഇമ്പോസിഷൻ എഴുതാൻ തയ്യാറാണ്.
ഞാൻ പറഞ്ഞതാണ് ശരിയെങ്കിൽ ബാസിൽ തിരുത്തണം. നിങ്ങൾ ബയോളജി ക്ലാസ് എടുക്കുന്നത് അടിയന്തരമായി നിർത്തണം. കാരണം കുട്ടികൾ പരീക്ഷ ജയിക്കാനാണ് നിങ്ങളത് ട്യൂഷന് വരുന്നത്, അല്ലാതെ ഇങ്ങനെ കമ്പനിയുടെ വലിപ്പം കണ്ടിട്ടല്ല. വൈസ് പ്രസിഡന്റ് നേരിട്ട് വന്ന് ബയോളജിയിൽ 12 കുട്ടികൾക്ക് ഓൺലൈൻ ട്യൂഷൻ എടുക്കും എന്ന് കണ്ടിട്ട് വരുന്നതല്ല കുട്ടികൾ. ഒരു എങ്ങനെയും പരീക്ഷയിൽ പഠിച്ച് പാസ്സാവാൻ ആഗ്രഹമുള്ളവരാണ് നിങ്ങൾ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് ഈ കാര്യത്തിൽ. ഇപ്പൊ നിങ്ങൾ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഇത് ഇപ്പൊ ലൈവായിട്ട് തന്നെ കാര്യങ്ങൾ കണ്ടറിഞ്ഞു പോട്ടെ. എൻ്റെ അടുത്ത് തെറ്റ് പറ്റിയതെങ്കിൽ എൻ്റെ മനസ്സിലാക്കലിൽ ഇത് സ്പർശനം ആണ് സെൻസ് ചെയ്യുന്നത്, ദർശനം അല്ല. ദർശനം സ്പർശനത്തിൽ എത്തുന്നത് വരെ പോസ്റ്റ് സെൻട്രൽ ഗ്ലൈറസ് മുണ്ടാണ്ട് കിടക്കും. ആണോ അല്ലേ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയും. ആരോടാണിത്, എന്താണ് പറയണത്, എവിടെ ഇരുന്നിട്ടാ പറയണത്? ഒന്ന്. രണ്ടാമത്തത്, നേരത്തെ പറഞ്ഞ ഷൈല ജഫ്രിയുടെ കേസ്, അതിലേക്ക് അദ്ദേഹം വീണ്ടും വരുന്നുണ്ട്. അവിടെ ഇട്ട് നമുക്ക് ഒന്നുകൂടെ പിടിക്കാം. ഇദ്ദേഹം പറഞ്ഞ പോലെ ഒരു സൗന്ദര്യ മത്സരത്തിലും ഞങ്ങൾ ബിക്കിനിയോ അല്ലെങ്കിൽ ശരീരവും ഒന്നാമത്തെ ഇവിടെ പറഞ്ഞു ബിക്കിനി ഇട്ടുകൊണ്ടല്ല ചെയ്യുന്നത്. ബിക്കിനി പ്രശ്നമാണോ? ബിക്കിനി പ്രശ്നമാണോ? ഒരിക്കലും പറഞ്ഞു. അവിടെയാണ് ബിക്കിനി ഇട്ടുകൊണ്ടുള്ള ഒന്നും ഇവിടെ നടക്കുന്നില്ല എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? ഫാഷൻ ഇൻഡസ്ട്രി ബിക്കിനി ഇടുന്നതിനെതിരാണെന്നാണോ? അല്ല, അത് വെറുതെ ഉള്ളൊരു വാദം മാത്രമാണ്. ബാസിലിന്റെ പ്രശ്നം ബിക്കിനിയാണോ? ആണോ? എന്താണ് അവർ പറയാൻ ശ്രമിച്ചത്? ഒരു ഫാഷൻ ഷോ നടക്കുമ്പോൾ, അപ്പൊ എന്നെ സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഫാഷൻ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്, അഭിപ്രായങ്ങൾ സ്വാഭാവികമാണ്. പക്ഷെ അബ്ദുള്ള ബാസിൽ ഇത് വട്ടം ഇരുന്ന് ഇതെല്ലാം പ്രശ്നമാണ് എന്ന് പറയാൻ അബ്ദുള്ള ബാസിലിന്റെ പ്രേരണ എന്താണ്? അപ്പൊ ഇവിടെ ഒരാൾ പറയാണ് ഇവിടെ ആരും ബിക്കിനി ഇട്ടിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു പ്രദേശത്ത് ഒരു ഫാഷൻ ഷോ നടക്കുമ്പോൾ അല്ലെങ്കിൽ സൗന്ദര്യ മത്സരം നടക്കുമ്പോൾ ആ നാടിന്റെ കൾച്ചറും ആ നാടിന്റെ വസ്ത്രധാരണ രീതിയും ഒക്കെ ആയി ചേർന്ന് പോകുന്ന തരത്തിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇതൊന്നും അങ്ങനെ ഫോളോ ചെയ്യുന്ന ആളല്ല. ഞാൻ ഫാഷൻ ഇൻഡസ്ട്രി ആയിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണ്. എനിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. പക്ഷെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഈ FTV എന്ന് പറഞ്ഞ പണ്ട് FTVയിലെ ഏതോ ഒരു ദിവസം 11 മണി കഴിഞ്ഞാൽ ഈ അടിവസ്ത്രം മാത്രം ഇട്ടില്ല, അതിനെന്ത് വേറെ എന്തോ പേര് പറയും, ലിങ്കറിയോ അങ്ങനെ എന്തോ, എനിക്കറിയില്ല. വിദഗ്ധന്മാർ പുറത്തുണ്ടാവും, പറഞ്ഞാൽ മതി. നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതും, നിങ്ങൾ കമന്റിൽ ആക്റ്റീവായിട്ട് ഇരിക്കും. അപ്പോഴല്ലേ കാര്യങ്ങൾ നമുക്ക് പഠിച്ച് ചോദിച്ചു പോവാം. ഇങ്ങനെ FTVയിൽ രാത്രി 11 മണിക്ക് എല്ലാവരും ഉറങ്ങിയിട്ട് പണ്ട് രാത്രി 11 മണിക്കും 12 മണിക്കും കുത്തിയിരുന്ന് ഫാഷൻ ഷോ കണ്ടിരുന്ന മൂല്യന്മാര് പറഞ്ഞു കൊടുക്കുന്ന ക്ലാസ്സിൽ നിന്നാണ് അബ്ദുള്ള ബാസിലിന് ഫാഷൻ ഷോയെ കുറിച്ച് അല്ലെങ്കിൽ ഈ തരത്തിലുള്ള സൗന്ദര്യ മത്സരത്തെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അന്ന് നമ്മുടെ നാട്ടിൽ ഇതൊന്നും അത്ര പരിചിതമല്ലാത്തത് കൊണ്ടും ഫാഷൻ TV നമ്മുടെ നാട്ടിലത്തെ TV അല്ലാത്തത് കൊണ്ടും അന്നാട്ടിലുള്ള വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഫാഷൻ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട പരിപാടികൾ അവിടെ നടക്കുമ്പോൾ അതിൽ ഓരോ സെഗ്മെന്റ് ആയിട്ട് ഇപ്പം എന്താ പറയാ സിംവെയർ, അതല്ലെങ്കിൽ എനിക്ക് ഈ ഇതിന്റെ പല വസ്ത്രങ്ങളുടെയും മോഡലിംഗ് അല്ലെങ്കിൽ അതിന്റെ ഡിസ്പ്ലേയും അതിന്റെ ഡീലർഷിപ്പും അതിന്റെ ബിസിനസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഇത് നടക്കുന്നത്, ഫാഷൻ ഷോകൾ നടക്കുന്നത്. അപ്പോൾ അതിൽ ഓരോരോ തരം വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് അതിനെ എന്താ പറയാ അതിനെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വസ്ത്രം ധരിച്ച് വന്ന് നടക്കുന്ന ഷോകൾ ഒളിച്ചിരുന്ന് ആരും കാണാതെ ഫാഷൻ TV കണ്ടിട്ട് ഉസ്താദ് രാവിലെ മദ്രസയിൽ പോയിട്ട് കുട്ടികൾക്ക് ഫാഷൻ ഷോ എന്താണെന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ പഠിച്ച ഫാഷൻ ഷോ വെച്ചിട്ടാണ് അബ്ദുള്ള ബാസിൽ പറയുന്നത് ബിക്കിനി ഇടല് തെറ്റാണ്, നിങ്ങൾക്ക് വാദമുണ്ടോ? അപ്പൊ പറയില്ല, തെറ്റാണെന്ന് വാദമില്ല. കണ്ടോ, തെറ്റാണെന്ന് നിങ്ങൾക്ക് വാദമില്ല, ബിക്കിനി ഇടണി കുഴപ്പമില്ല എന്ന് പോലും പറയുന്നത്. അപ്പൊ അതിപ്പോ വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ പറയാണെന്ന്. അല്ല ചങ്ങായ, ബിക്കിനി ഇട്ടാല് പർദ്ദ എന്താ കുഴപ്പം? എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താ അതിൽ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ട് പറയാം. അല്ലാതെ ഫാഷൻ ഷോ എന്ന് പറഞ്ഞാല് നഗ്നതാ പ്രദർശനം, ഇതാണ് പ്രശ്നം. നഗ്നതാ പ്രദർശനം അത് നമുക്ക് അവസാനം വരാം. നഗ്നത എന്താന്ന് കൂടിയും തീരുമാനാക്കണം. അബ്ദുള്ള ബാസിൽ പറയണം നഗ്നത എന്താന്നുള്ളത്. അപ്പൊ ഇതാണ് ഇദ്ദേഹത്തിന്റെ പ്രശ്നം. ഇനി ഒന്നുകൂടി നോക്കാം. അതിന്റെ ഇടയിൽ ആരോ പറഞ്ഞു ന്യൂറോളജി എന്ന് പറഞ്ഞാൽ ബയോളജിയുടെ വകഭേദം, മീൻസ് അതിന്റെ മറ്റൊരു ബ്രാഞ്ചാണ്. ആയിക്കോട്ടെ, ന്യൂറോളജിക്ക് പേരുണ്ടല്ലോ, ന്യൂറോളജി എന്ന് പറയാലോ. ഇപ്പൊ ന്യൂറോളജി പറയണം, ന്യൂറോ സയൻസ് ആണ് ന്യൂറോ സയൻസ് പറയണം. ന്യൂറോളജിക്ക് ബയോളജി എന്ന് ബയോളജി മാഷ് പറഞ്ഞാൽ ഒരു സുഖക്കേടുണ്ടല്ലോ അല്ലെ? അതങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് പോട്ടെ, നമ്മളെ പ്രശ്നം അതല്ല. പോസ്റ്റ് സെൻട്രൽ ഗ്ലൈറസ് എന്തിനാൽ ഉത്തേജിതമാകുന്നു എന്നുള്ള നമ്മളെ ചോദ്യം. ഏത് സെൻസറിയുമായിട്ടാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഇതാണ് നമ്മളെ ചോദ്യം കേട്ടോ. അതാണ് ബാസിലിന് വേണ്ടി ഇവിടെ വന്ന ആൾക്കാർ എനിക്ക് ഇതൊക്കെ ബയോളജിന്റെ ബ്രാഞ്ചസ് പറഞ്ഞുതരാൻ പറ്റുന്ന ആൾക്കാർ പറയുന്നത്. നമ്മൾ പഠിക്കാൻ തയ്യാറാണ്. നമ്മൾ അങ്ങനെ ശാസ്ത്ര പുലിയൊന്നുമല്ല. അതുകൊണ്ട് അത് നമുക്ക് കുഴപ്പമില്ല, തിരുത്താം. പക്ഷെ ഇത് നിങ്ങൾ പറയണം, പോസ്റ്റ് സെൻട്രൽ ഗ്ലൈറസ് ദർശനം കൊണ്ട് ഉത്തേജിതമാകുന്ന മസ്തിഷ്ക ഭാഗമാണോ? അവിടുത്തെ ന്യൂറോളജികൾ അങ്ങനെ ആക്ടിവേറ്റ് ചെയ്യപ്പെടുമോ? ഒബ്ജക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതൊരു ഒബ്ജക്റ്റ് ആണ് എന്ന രീതിയിൽ ഈ മസ്തിഷ്ക ഭാഗം നിഗമനത്തിലെത്തുമോ? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് ബയോളജി മാഷ്ക്ക് ക്ലാസ് എടുക്കുന്ന ഡോക്ടറോ ENT സ്പെഷ്യലിസ്റ്റോ ആർക്ക് വേണേലും മറുപടി പറയാം. കമന്റ് ബോക്സിൽ ഇന്ന് ചില പൊട്ടലും ചീറ്റിലൊക്കെ കാണും, അന്ന് കാര്യമൊക്കെ ഉണ്ടോ അവർ പറഞ്ഞോട്ടെ.
അവിടെയാണ് പറഞ്ഞത് സ്ത്രീകളെ കുറിച്ച് മാത്രം എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചു. ഇവിടെ ഈ ഫാഷൻ ഇൻഡസ്ട്രി എടുത്തു നോക്കിയാൽ അവിടെ ബില്യൺ കണക്കിന് ഡോളറുകൾ ഒഴുകുന്നത് സ്ത്രീ ശരീരവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഷൈല ജഫ്രീസിനെ പോലെയുള്ള ആളുകൾ അവരുടെ പുസ്തകത്തെ പേരെന്തറിയോ? ഇൻഡസ്ട്രിയൽ വജൈന എന്നാണ്. ഇൻഡസ്ട്രിയൽ വജൈന എന്ന പുസ്തകം എഴുതിയത് റാഡിക്കൽ ഫെമിനിസ്റ്റ് റാഡിക്കൽ ഫെമിനിസ്റ്റ്. ഒരു മിനിറ്റ് സമയം, ഒരു 30 സെക്കൻഡ് സമയം കൊടുക്കി. ഷൈല ജഫ്രിന്റെ ആളല്ല, എന്റെ ആളല്ല, നിങ്ങളാളാണ്. പക്ഷെ ഓര് പറഞ്ഞിട്ടുണ്ട് ഇൻഡസ്ട്രിയൽ വജൈന എന്ന് പറയുന്ന അവരുടെ പുസ്തകത്തിൽ സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നുണ്ട്. വാസ്തവമാണ് അബ്ദുള്ള ബാസിൽ പറഞ്ഞത്. നീ ഈ ഭാഗം കട്ട് ചെയ്തിട്ട് ബാസിൽ വീഡിയോ ക്ലിപ്പ് ഉണ്ടാക്കട്ടെ, അത് വേറെ കാര്യം, ഉണ്ടാക്കിക്കോ. ഇവിടെ അബ്ദുള്ള ബാസിലും ഷൈല ജഫ്രിയും പറയുന്ന ആക്ഷേപം അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശം, അവർ നിർദ്ദേശിക്കുന്ന പരിഹാരം എന്താണ്? ഷൈല ജഫ്രി പറയുന്നത് സ്ത്രീകളെ ശരീരമായിട്ട് ഒരു ഒബ്ജക്റ്റ് മാത്രമായിട്ട് പരിഗണിക്കുന്ന എല്ലാത്തരം പ്രവണതകൾക്കെതിരെയും നിലപാടെടുക്കുന്ന ഒരു നിലപാടാണ് അവർക്കുള്ളത്. അവർ ആ അഭിപ്രായം പറയുന്നു. ഫാഷൻ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ആക്ഷേപം അവർക്കുണ്ട്. ഫാഷൻ ഇൻഡസ്ട്രി പറഞ്ഞാൽ ഫാഷൻ ഷോ മാത്രമായി ബന്ധപ്പെടുത്തിയിട്ടല്ല, പരസ്യങ്ങളുമായി ബന്ധപ്പെട്ടും ഈ ടെലിവിഷൻ പരിപാടികളുമായി ബന്ധപ്പെട്ടും അങ്ങനെ പല തരത്തിലുള്ള അഭിപ്രായം അവർക്കുണ്ട്. എന്നാൽ അവരുടെ ഷൈല ജഫ്രിയെ ഭയങ്കര ആധികാരിക രേഖയായിട്ട് അല്ലെങ്കിൽ ഒരു അതോറിറ്റി ആയിട്ട് കൊണ്ടുവരുന്ന അബ്ദുള്ള ബാസിലോട് ചോദിക്കാറുള്ളത്, അവരുടെ അഭിപ്രായത്തിൽ മതങ്ങൾ, ഇസ്ലാം ഉൾപ്പെടെയുള്ള മതങ്ങളും സ്ത്രീകളെ കമ്മോഡിഫൈ ചെയ്യുന്നുണ്ട്, ഒബ്ജക്ടിഫൈ ചെയ്യുന്നുണ്ട്. അവരെ വസ്തുക്കളാക്കി പർദ്ദക്കുള്ളിൽ പൂട്ടിയിട്ട് തളച്ചിടുന്ന, അവരെ കേവലം ശരീരങ്ങളായി കാണുന്ന മതങ്ങളാണ് ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയെ പോലെയുള്ള മതങ്ങൾ എന്ന് ഷൈല ജഫ്രിക്ക് അഭിപ്രായമുണ്ട്. അബ്ദുള്ള ബാസിൽ അത് സ്വീകാര്യമാണ്. ഷൈല ജഫ്രിന്റെ പുസ്തകത്തിന്റെ ഒരു പേജ് മാത്രം എടുത്തോണ്ട് വരണ്ട, മറ്റു പുസ്തകങ്ങൾ നോക്കൂ, അവരുടെ പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങൾ നോക്കൂ. അപ്പൊ ഏതൊക്കെ നിലവാരത്തിൽ എവിടെയൊക്കെ സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നുണ്ടോ, സ്ത്രീയെ കേവലം സെക്സിന് വേണ്ടി മാത്രമുള്ള കേവലം ശരീരങ്ങളായി ഒബ്ജക്ടിഫൈ ചെയ്യുന്ന എല്ലാ പ്രവണതകളെയും എതിർക്കുന്ന ഒരു ഫെമിനിസ്റ്റ് ആണ് അവര്. അവർക്ക് ഫാഷൻ ഇൻഡസ്ട്രിയെ കുറിച്ചും കൃത്യമായിട്ടുള്ള വിമർശനമുണ്ട്. ആ വിമർശനങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷെ അവരുടെ വിമർശനങ്ങളുടെ ഉദ്ദേശം ഈ ഫാഷൻ എന്ന് പറയുന്ന ഈ ഷോ അല്ലെങ്കിൽ ഫാഷൻ ഇൻഡസ്ട്രി മുഴുവനായിട്ട് തകർത്ത് കളയണമെന്നും ഇവിടുത്തെ കോസ്മെറ്റിക് ബിസിനസ് കംപ്ലീറ്റ് ആയിട്ട് പൊളിച്ചു കളയണമെന്നും, ഇതെല്ലാം ഈ ലിപ്സ്റ്റിക് ഇട്ട് നടക്കുന്ന സ്ത്രീകളെല്ലാം പച്ച വ്യഭിചാരിണികളാണ് എന്ന അബ്ദുള്ള ബാസിലിന്റെ ഉസ്താദിന്റെ അഭിപ്രായമാണോ? ലിപ്സ്റ്റിക് ഇടുന്ന സ്ത്രീകൾ വ്യഭിചാരികളാണ് എന്നാണ് മുജാഹിദ് വാലിശ്ശേരി പറയുന്നത്. അബ്ദുള്ള ബാസിലിന്റെ സമയം തരാം, വെയിറ്റ് ചെയ്യും. അതേ സമയത്ത് മുത്തു നബി എന്താ പറഞ്ഞത്? അബ്ദുള്ള ബാസിലിന്റെ പൊന്നാര നബി എന്താ പറഞ്ഞത്? സുഗന്ധ ദ്രവ്യങ്ങൾ പൂശുന്ന സ്ത്രീകൾ വ്യഭിചാരിണികളാണെന്നാണ്. ഈ അഭിപ്രായമാണോ ഷൈല ജഫ്രിക്കുള്ളത്? ഷൈല ജഫ്രി പറയുന്ന അഭിപ്രായം എന്ന് പറയുന്നത് സ്ത്രീകളെ വ്യക്തിത്വം, അവരുടെ ഇന്റഗ്രിറ്റി, അവരുടെ സ്വയം നിർണയാധികാരം, അവരൊരു സ്വതന്ത്ര വ്യക്തിയായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ, അവരെ എംപവർ ചെയ്യാൻ, അവർക്കെതിരെയുള്ള ചൂഷണങ്ങളെ, അക്രമങ്ങളെ, അത് ഏത് മേഖലയിലുള്ളതാണെങ്കിലും അതിനെയൊക്കെ എതിർത്തുകൊണ്ട് സ്ത്രീകളുടെ ശാക്തീകരണത്തെ മുൻനിർത്തിയിട്ട് സംസാരിക്കുന്ന ഷൈല ജഫ്രിയെ അബ്ദുള്ള ബാസിൽ കൂട്ടുപിടിക്കുകയാണ്. എന്താണ്? സ്ത്രീയുടെ നഗ്നത പ്രദർശിപ്പിച്ചാൽ ലോകമാകെ ഇടിഞ്ഞു വീഴും എന്ന് പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫാഷൻ ഷോ തെറ്റാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. അബ്ദുള്ള ബാസിലോട് ചോദിക്കാനുള്ള ചോദ്യം, ഷൈല ജഫ്രി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ കാര്യം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അതോ ഇത് മാത്രം അംഗീകരിക്കുള്ളൂ? ഇത് മാത്രം അംഗീകരിക്കുമെങ്കിൽ, അതായത് ഫാഷൻ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നു എന്ന ആക്ഷേപം ഷൈല ജഫ്രിക്കുണ്ട്. എന്നാൽ ഷൈല ജഫ്രിക്ക് ഇസ്ലാം ഉൾപ്പെടെയുള്ള മതങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം, അവരെ മതങ്ങൾ കമ്മോഡിഫൈ ചെയ്യുന്നു എന്ന് മാത്രമല്ല, അവരെ സ്വകാര്യ സ്വത്തായിട്ട് അടക്കി നിർത്തുന്നു, പൂട്ടിയിടുന്നു എന്നൊരു അഭിപ്രായം കൂടിയുണ്ട്. അത് ഇസ്ലാം സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇസ്ലാമിന്റെ സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? അത് നമുക്ക് പരിശോധിക്കണം. ബയോളജി മാഷ്ക്ക് എപ്പോഴെങ്കിലും സമയം ഉണ്ടെങ്കിൽ നേരിട്ട് കാണാൻ പറ്റുകയാണെങ്കിൽ, ഇപ്പൊ 24 ന്യൂസും തമ്മിലൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും വെച്ച് കറക്കത്തിൽ കാണും എന്ന പ്രതീക്ഷയിൽ ഞങ്ങളോട് ചോദിക്കാം. അപ്പൊ ഈ ജാതി ഉടായ്പായിട്ട് പോയിട്ട് തൊണ്ട പൊടിച്ചിട്ട് കാര്യമുണ്ടോ? അതാണ് ആ കാര്യത്തിൽ ചോദിക്കാറുള്ളത്. കുറച്ചുകൂടി പറയാനുണ്ട്. ഉസ്താദ് പറയട്ടെ, അല്ല മാഷ് പറയട്ടെ. നഗ്നത എന്നുള്ളത് ഒരു പെർസെപ്ഷൻ അല്ലേ, ഇവരുടെ ചിന്തയിലുള്ള ഒരു മിസ്റ്റേക്ക് അല്ലേ എന്നാണ് എന്റെ ചോദ്യം. അതായത് വിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞല്ലോ, അവിടെയാണ് സെക്സ്വൽ ഡൈമോഫിസം ഇവിടെ പ്രധാനമായിട്ട് വരുന്നത്. അതായത് ആണിന്റെ വിഷനും പെണ്ണിന്റെ വിഷനും വ്യത്യസ്തമാണ്. ആണ് പെണ്ണിന്റെ നഗ്നത കാണുന്നത് വ്യത്യസ്തമായിട്ടാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സയൻസിനെ നിഷേധിക്കരുത്. ആണ് സ്ത്രീയുടെ നഗ്നത കാണുമ്പോൾ അവിടെ അവനെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായ ചിന്തകൾ ഉണ്ടാകും എന്നുള്ളത് പ്യുവർ സയൻസ് ആണ്. അല്ലല്ല, അത് പ്യുവർ സയൻസ് ആണ്. കുന്തം. നേരത്തെ ആ പരിപാടിയിൽ പങ്കെടുത്ത ഒരു സഹോദരി ചോദിക്കുന്നത്, ഈ നഗ്നത എന്ന് പറയുന്നത് ഓരോ ആളുകളുടെ പെർസെപ്ഷനാണ്, ആളുകളുടെ കാഴ്ചപ്പാടാണ്. അപ്പൊ അബ്ദുള്ള ബാസിൽ പറഞ്ഞ അല്ല, ദർശനം എന്ന് പറഞ്ഞാൽ മഹാപാപമാണ്. ദർശനത്തിലൂടെ നേരത്തെ പറഞ്ഞ പോസ്റ്റ് സെൻട്രൽ ഗ്ലൈറസ് ഉത്തേജിക്കുകയും
ഒരു സെക്സ് ഒബ്ജക്റ്റ് ആയിട്ട് സ്ത്രീയെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ഭീകരമായ രോഗാവസ്ഥയുള്ള ആളുകളാണ് പുരുഷന്മാർ എന്നാണ് അബ്ദുള്ള ബാസിൽ പറഞ്ഞു വെക്കുന്നത്. വാസ്തവത്തിൽ നഗ്നത എന്താണ്? അബ്ദുള്ള ബാസിനോട് ചോദിക്കുകയാണ്, അബ്ദുള്ള ബാസിൽ പറയുന്ന നഗ്നത എന്താണ്? ഇനി ഏതെങ്കിലും പഠനങ്ങൾ പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് വരികയാണെങ്കിൽ അതിൽ പറയുന്ന നഗ്നത എന്താണ്? അതിന്റെ അളവ് എന്താണ്? അതായത് ഒന്നുകൂടി അബ്ദുള്ള ബാസിലിന്റെ മനസ്സിലാണ് ഭാഷ ചോദിച്ചാൽ, ഇജ്ജ് പറയണ ഔറത്തും ഓല് പറയണ ഔറത്തും ഏതാണ് ബാസിലെ? നിങ്ങൾ പറയണം കേട്ടോ. അപ്പൊ അതിലേക്ക് വരാം. ഇത് ഒരു കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. ഉത്തേജനം ഉണ്ടാവും എന്നാണ് അബ്ദുള്ള ബാസിൽ പറയുന്നത്. സ്ത്രീകളുടെ ഔറത്ത് കണ്ട പ്രശ്നമാണ്, ആണുങ്ങളുടെ തലച്ചോറിൽ അങ്ങനെ വരും, ഇങ്ങനെ വരും, പിക്ചർ വരും, ഒബ്ജക്റ്റ് വരും, പല പ്രശ്നമാണ്. ഭയങ്കര ബേജാറാണ്. അവിടെയാണ് ചോദിക്കുന്നത്, അതിന്റെ തലന്റെ കുഴപ്പാണോ അതോ ഓളെ ഡ്രസ്സിന്റെ കുഴപ്പാണോ? ഇത് പ്യുവർ സയൻസ് ആണെന്നാ പറഞ്ഞത്. മണ്ണാങ്കട്ടയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്യുവർ സയൻസ് ആണോ? അവിടെ നമ്മൾ എന്താണ് നഗ്നത എന്ന് നിർണ്ണയിക്കണം. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, സൗദി അറേബ്യയില് അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക് അഫ്ഗാനിസ്ഥാനില്, ഇപ്പോഴുള്ള അഫ്ഗാനിൽ ഒരു 15 കൊല്ലം 20 കൊല്ലം ജീവിച്ചു, അല്ലെങ്കിൽ ഒരു തലമുറ കഴിഞ്ഞിട്ട് അവിടെ അബ്ദുള്ള ബാസിൽ പറഞ്ഞ ഈ ഉത്തേജനം ഉണ്ടാവണമെങ്കിൽ ഒരു പെൺകുട്ടീന്റെ മുടി 4 എണ്ണം ഇങ്ങനെ താഴത്തേക്ക് തൂങ്ങിക്കിടന്നാൽ പോയി, അല്ലെങ്കിൽ കമ്മലിന്റെ ഒരു ആ മക്കനന്റെ സൈഡിൽ കൂടി ആ കമ്മൽ ചെവിന്റെ ഒരു ഇച്ചിരി ഭാഗം ഒന്ന് കണ്ടാൽ മതി. മുഖം മുഴുവനായിട്ട് കണ്ടാൽ കഴിഞ്ഞു. പോസ്റ്റ് സെൻട്രൽ ഗ്ലൈസർ ഒക്കെ ആയിട്ട് തകർന്ന് തരിപ്പണോ ഒബ്ജക്റ്റ് കണ്ടിട്ടേ മുഖം കണ്ടാൽ മതിയാവും. അതേ സമയത്ത് യൂറോപ്പില് അല്ലെങ്കിൽ അളവിൽ കുറഞ്ഞ വസ്ത്രം ധരിച്ച് ശീലമുള്ള, നമ്മൾ പറയുന്ന മദാമ എന്ന് പറയുന്ന രീതിയിൽ ബീച്ച് വസ്ത്രം ധരിച്ചിരിക്കുന്ന ആളുകളെ ചെറിയ പ്രായം തൊട്ട് കണ്ടു വളർന്ന ഒരു കമ്മ്യൂണിറ്റിക്ക്, അങ്ങനെ വളർന്ന ഒരു തലമുറയ്ക്ക്, ഒരു ജനതയ്ക്ക്, അങ്ങനെ ഒരു പിന്നെ വസ്ത്രധാരണം അവരുടെ ഒരു സംസ്കാരമായിട്ട്, ഒരു കൾച്ചറായിട്ട്, ഒരു രീതിയായിട്ട് നിലനിൽക്കുന്ന ആളുകൾക്ക് ഈ അഫ്ഗാനിസ്ഥാനിൽ ഞാൻ പറഞ്ഞ ഈ കാഴ്ച കൊണ്ട് ഉത്തേജനം ഉണ്ടാവും. അപ്പൊ ഇതൊരു സോഷ്യൽ കണ്ടീഷനും കൂടിയാണ്. എന്താണ് നഗ്നത, എന്താണ് കാണാൻ പാടില്ലാത്തത്, എന്താണ് ഉത്തേജനം ഉണ്ടാക്കുന്നത് എന്നൊക്കെ സമൂഹത്തിൽ നിന്നും ഉണ്ടായി വരുന്ന അതിന്റെ ഉള്ളിൽ കുറച്ച് സോഷ്യോളജി കൂടി ഉണ്ട് എന്നർത്ഥം. ഒരു സാമൂഹ്യാവസ്ഥ, ഒരു സമൂഹത്തിന്റെ പൊതുവിലുള്ള സംസ്കാരം, അവരുടെ കാഴ്ചപ്പാടുകൾ, അവർ വളരുന്ന സാഹചര്യം, ഇങ്ങനെ തുടങ്ങി അവരുടെ വിശ്വാസം, ഇങ്ങനെ തുടങ്ങി പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ ഔറത്ത് സെൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഔറത്ത് സെൻസേഷണൽ ആവുന്നത്. അതിലേക്ക് വിശദമായിട്ട് പറയേണ്ടി വരും. കുറച്ച് മുന്നോട്ട് പോവാം. ഞാനൊരു ബയോളജി അധ്യാപകനാണ്. ബയോളജി നിഷേധിക്കരുത് ദയവേത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ബയോളജി നിഷേധിക്കരുത്. ഇവരെല്ലാം ശാസ്ത്ര നിഷേധികളാണ്. ശാസ്ത്രത്തെ നിഷേധിക്കുകയാണ്. സയൻസ് ആണ് ഇത്. ഞാൻ പറയുന്ന ഒബ്ജക്റ്റീവായ സയൻസ് ആണ്. നിഷേധിക്കാൻ പറ്റുമെങ്കിൽ നിഷേധിക്കും. ഒബ്ജക്റ്റീവായിട്ട് സയൻസ് ആണ്. അബ്ദുള്ള ബാസിൽ പറയുന്നത് അംഗീകരിക്കാത്തവരൊക്കെ ശാസ്ത്ര നിഷേധികളാണ്. അബ്ദുള്ള ബാസിൽ ബയോളജി മാഷാണ്, ബാക്കിയുള്ളവരൊക്കെ ശാസ്ത്ര നിഷേധികളാണ്. ശാസ്ത്രത്തെ നിഷേധിച്ചുകൊണ്ട് മാത്രമേ അബ്ദുള്ള ബാസിൽ പറയുന്നത് എതിർക്കാൻ പറ്റുള്ളൂ. അബ്ദുള്ള ബാസിൽ കുറച്ച് കഴിയുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ ശാസ്ത്രത്തെ നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ നിഷേധിക്കൂ. ഇത് ഇവരുടെ ഒരു സ്ഥിരം നമ്പറാണ്. അതിലേക്ക് നമുക്ക് വരാം. എന്താവട്ടെ, എനിക്ക് ചോദിക്കാനുള്ളത് ബയോളജി സാറിനോടാണ്. ഇവിടെയാണ് ഈ ചോദ്യം വരുന്നത്. സാറിന്റെ പല സ്റ്റേറ്റ്മെന്റും എനിക്ക് തോന്നുന്നു എല്ലാ പുരുഷന്മാരെയും അധിക്ഷേപിക്കുന്നതാണെന്ന്. കാരണം സാറ് പറഞ്ഞു, ഒരു സ്ത്രീയുടെ നഗ്നത കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് തോന്നുന്നത് ലൈംഗികതയാണ് എന്നുള്ളത്. മെഡിക്കൽ ഫീൽഡില് ഓങ്കോളജി ഉണ്ട്, ഗൈനക്കോളജി ഉണ്ട്, അതിനകത്തൊക്കെ പുരുഷന്മാര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവര് ഇപ്പൊ ഒരു ബ്രസ്റ്റ് ക്യാൻസർ ബാധിച്ച ഒരു സ്ത്രീയുടെ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്നത് ഒരു ഓങ്കോളജി ഡോക്ടർ ആണെങ്കിൽ അദ്ദേഹം എങ്ങനെയായിരിക്കും ആ ബ്രസ്റ്റിനെ കാണുന്നത്? നല്ലൊരു ചോദ്യമാണ്. ഞാൻ പറഞ്ഞോട്ടെ, നല്ല ചോദ്യമാണ്. നല്ലൊരു കയ്യടിയൊക്കെ കൊടുത്തു. ഇനി ബയോളജി സാർ ഉത്തരം പറയാണ്. ബയോളജി സാറിന്റെ ഉത്തരത്തിലേക്ക് നേരിട്ട് തന്നെ പോകാം അല്ലെ? ബയോളജി സാർക്കല്ലേ കാര്യങ്ങളൊക്കെ അറിയാം. ബയോളജി സാർ പറയട്ടെ. ഒന്നാമത്തത് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതല്ല, മറിച്ച് ഒരാളുടെ വിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുരുഷന്റെ തലച്ചോറിൽ എന്ത് സംഭവിക്കും, ഒരു സ്ത്രീയുടെ നഗ്നത കണ്ടാൽ അവന്റെ പോസ്റ്റ് സെൻട്രൽ ഗൈറസ് ആക്ടിവേറ്റ് ആകും എന്നുള്ളത് ബയോളജിയാണ്. നിഷേധിക്കാൻ പറ്റുമോ? ഇവിടെയാണ് ചോദ്യം. നേരത്തെ പറഞ്ഞ ആ പോസ്റ്റ് സെൻട്രൽ ഗ്ലൈറസുമ പിടിച്ചു നിൽക്കുകയാണ്. പൊന്നാര ബയോളജി ഭാഷയെ, അത് ദർശനം കൊണ്ട് ഉത്തേജിതമാകുന്ന ഏരിയ അല്ല, സ്പർശനം വേണം എന്നാണ് എൻ്റെ അറിവ്. അപ്പൊ ഇദ്ദേഹം പറയുന്നത് ഇതൊന്നും ഇദ്ദേഹം പറഞ്ഞതല്ല, ഇതൊക്കെ പ്യുവർ സയൻസ് ആണ്, ബയോളജിയാണ്. നിഷേധിക്കാൻ പറ്റുമോ? ഒന്നുകിൽ അബ്ദുള്ള ബാസിൽ പറഞ്ഞത് നിഷേധിക്കണം. അബ്ദുള്ള ബാസിൽ ഈ പറഞ്ഞ സയൻസിനെ നമുക്ക് നിഷേധിക്കാം, ധൈര്യമായിട്ട് നിഷേധിക്കാം. പറഞ്ഞത് ശുദ്ധമായ അസംബന്ധമാണ്, പൊട്ടോ തെറ്റാണ്. ഇനി നിങ്ങളെ കാര്യം പറയും. എന്നോടാണ് ചോദ്യം, ഞാൻ പൂർത്തിയാക്കട്ടെ പ്ലീസ്. ഈ പറഞ്ഞ ബയോളജി നിഷേധിക്കുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം അതാണ്. നിഷേധിക്കുന്നുണ്ട്, പിന്നെ ഒന്നും പറയാനില്ല, ശാസ്ത്ര വിരോധികളോടൊന്നും പറയാനില്ല. എളുപ്പമായി. എം എം അക്ബർ പണ്ട് സംവാദത്തിന് പറഞ്ഞു, നിങ്ങൾ ഇത് കൊണ്ടുവരി, എന്ത്
സമുദ്ര ശാസ്ത്രജ്ഞന്മാരെ കൊണ്ടുവരും, ഓഷ്യാനോഗ്രാഫിയിൽ വൈദഗ്ധ്യമുള്ള ശാസ്ത്രജ്ഞന്മാരെ കൊണ്ടുവരും. എന്തിന്? കടലിന്റെ അടിത്തട്ടിൽ തിരമാല ഉണ്ടെന്ന് ഖുറാനിലുണ്ടോ എന്ന് തെളിയിക്കാൻ. അപ്പൊ ശാസ്ത്രീയമായിട്ടുള്ള എന്തെങ്കിലും ചില ജാർഗൺസ്, ചില ടെർമിനോളജികൾ ഇത് അസ്ഥാനത്ത് കയറ്റി വെച്ചിട്ട് എന്നിട്ട് നിങ്ങൾ അതിനെ നിഷേധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. ബയോളജിനെ നിഷേധിക്കുന്നുണ്ടോ? പറഞ്ഞത് മണ്ടത്തരമാണ്, പൊട്ടത്തെറ്റാണ്, എന്നിട്ട് അതിനെ നിഷേധിക്കുന്നുണ്ടോ? നിഷേധിക്കണോ ഒന്നും പറയാല്ല. നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ല, പിന്നെ ബാസിലൊന്നും പറയാല്ല, കാരണം നിങ്ങൾ സയൻസിനെ നിഷേധിച്ചല്ലോ. സയൻസിനെ നിഷേധിക്കുന്നവരോട് ഞാൻ പറഞ്ഞിട്ട് എന്താ എന്നാണ് ബാസിലിന്റെ വർത്തനം. വല്ലാത്തൊരു ബുദ്ധി തന്നെ ബാസിലനക്ക്. എന്നിട്ട് ഞാൻ പറയുന്നത് പുരുഷന് ചിന്തകൾ ഉണ്ടാവും. ചിന്ത ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ സുഹൃത്തുക്കളെ ഈ പറഞ്ഞ പ്രക്രിയകളൊക്കെ നടക്കുക? ഒരു ആണിന് കണ്ടാൽ തോന്നലുകൾ ഉണ്ടാകും. അവിടെയാണ് നമ്മൾ പറയുന്നത്, അവിടെ പബ്ലിക്കിൽ ചില റെസ്ട്രിക്ഷൻസ് ആവശ്യമാണ്. നിങ്ങൾ പൂച്ച് പുറത്തിയാടി. കണ്ടാ തോന്നണം കൂട്ടരെ, കണ്ടാ തോന്നിയില്ലെങ്കിൽ എങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കാന്ന് ബാസിലിന് ഒരു നാണം കലർത്തിയ ചോദ്യം. പൊന്നാര ബാസിലെ, തോന്നുമ്പോ ഒക്കെ നടക്കുവോ? ഇപ്പൊ കണ്ടു, തോന്നി, നമുക്ക് തോന്നുന്നതൊക്കെ തോന്നുന്ന പോലെ ചെയ്യാനാണ് ബാസിലെ മനുഷ്യന്മാരുടെ ജീവിതം. എന്തൊക്കെ വർത്താനം പറയണേ? സ്ത്രീകളെ കാണുമ്പോഴൊക്കെ പുരുഷന്മാർക്ക് ലൈംഗിക ഉത്തേജനം ഉണ്ടാവുമോ? എനിക്കറിയില്ല. ഞാനൊരു പുരുഷനാന്ന് ഞാൻ വിചാരിക്കണേ, എനിക്ക് അങ്ങനെ ഉണ്ടാവാറില്ല. കാണുമ്പോൾ സ്ത്രീകളെ എപ്പോഴെങ്കിലും ഒരു സ്ത്രീനെ കാണുമ്പോൾ അപ്പൊ തന്നെ ഉത്തേജിച്ചിട്ട് ഈ പോസ്റ്റ് സെൻട്രൽ ഗ്ലൈറസ് ഒക്കെ ഇട്ട് വിജൃംഭിച്ചിട്ട് ഒബ്ജക്ടിഫൈ ചെയ്തിട്ട് എട്ടങ്ങേറാവുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. ഇനിയിപ്പോ എനിക്ക് വല്ല അസുഖമാണോ അത് വേറൊരു പെൺകുട്ടി അവിടെ ചോദിക്കുന്നുണ്ട്, നമുക്ക് കേൾക്കാം. അല്ല, നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പ്രശ്നമുണ്ടോ? നമ്മളിപ്പോ രാവിലെ ഇറങ്ങുന്നു, നമ്മൾ എത്രയോ ആളുകളുടെ അടുത്ത് പോകുന്നു, എന്തൊക്കെ ആവശ്യങ്ങൾക്ക് ബാങ്കിൽ പോകുന്നു, സ്കൂളിൽ പോകുന്നു, ടീച്ചർമാരുടെ അടുത്ത് ഇരിക്കുന്നു, പഠിക്കുന്നു, ബസ്സിൽ യാത്ര ചെയ്യുന്നു, ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു, റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു, വിമാനത്താവളത്തിൽ പോകുന്നു. എന്തോരം സ്ത്രീകളെയാണ് കാണുന്നത്. ഇതിനൊക്കെ കൂടെ പോസ്റ്റ് സെൻട്രൽ ഗ്ലൈറസ് ഉത്തേജിക്കുകയും എന്നിട്ട് ഇതൊക്കെ സെക്സ് ഒബ്ജക്റ്റ് ആയിട്ട് ഇതിനെയൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങിയാല് ചങ്ങന്മാരെ നമ്മളെ തലമണ്ട പൊട്ടി തെറിക്കൂലേ? എപ്പോ ഉണ്ടാവണം ആ ചിന്തകൾ? അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ഒരു പെൺ സുഹൃത്ത് വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്നു, അവളുടെ വസ്ത്രം ഇതയായി, നിങ്ങൾക്ക് ആ ചിന്തയാണോ ആദ്യം ഉണ്ടാവുക? അതോ അവൾക്ക് എപ്പോ ഉണ്ടാവും? പ്രൊഫഷണൽ ആയിട്ട് പറഞ്ഞു, പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിനോട് നമുക്ക് നമ്മുടെ ബ്രെയിനിൽ അടക്കം ചില നോർമലൈസേഷൻ സംഭവിക്കും. അതുകൊണ്ട് പ്ലീസ് ഓക്കെ, അവിടെ ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഇതില് ഇദ്ദേഹം ഇസ്ലാമിനെ വീണ്ടും തള്ളി, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഇദ്ദേഹം പറയുന്നത് പ്രൊഫഷണൽ ആയിട്ട് പലതിനോടും പല നോർമലൈസേഷനും നടക്കും. മാത്രമല്ല, അബ്ദുള്ള ബാസിൽ ഉൾപ്പെടെയുള്ള ഇസ്ലാമിസ്റ്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം, യുക്തിവാദികൾക്കെതിരെ, നിരീശ്വരവാദികൾക്കെതിരെ, ഇസ്ലാമിക ധാർമ്മികതയെ വെല്ലുവിളിക്കുന്നവർക്കെതിരെയുള്ള ഏറ്റവും വലിയ ഒരു ആയുധമാണ് ഉമ്മ പെങ്ങൾ എന്ന് പറഞ്ഞ കേസ്. അതും അബ്ദുള്ള ബാസിലി സംസാര മധ്യ പൊളിച്ച് പാളിസാക്കി. അതായത് അബ്ദുള്ള ബാസിൽ ഉൾപ്പെടുന്നവരുടെ വാദത്തിന്റെ മൂട്ടിൽ ഗുണ്ട് പൊട്ടിക്കുന്നുണ്ട്. അത് നമുക്ക് കാണാം. അപ്പൊ ഇദ്ദേഹം ഇനി ആ ഉത്തരം എന്ന് പറയട്ടെ. ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. ഒരു നോർമലായ സ്ത്രീ പുരുഷ ഇന്ററാക്ഷൻ ഉള്ള ബയോളജി ഞാൻ പറഞ്ഞതിനെ നിഷേധിക്കാൻ പറ്റുമെങ്കിൽ നിഷേധിക്കാം. അതിന് ശാസ്ത്രവിരുദ്ധരാണ്, ഞങ്ങൾ ശാസ്ത്രം എന്തായാലും എടുക്കൂല, ഞങ്ങൾക്ക് തോന്നൽ ഇതാണ്, അതേ എടുക്കുള്ളൂ എന്ന് പറയാൻ ഒന്നും പറയാനില്ല. ഇവിടെ ഇദ്ദേഹത്തിന് വേണ്ടത് ഇദ്ദേഹം പറഞ്ഞ ബയോളജിനെ നിഷേധിച്ചു കൊടുക്കി ചങ്ങായിമാരെ, നിഷേധിക്കും. പിന്നെ ഇദ്ദേഹം പറഞ്ഞു ഈ തോന്നലുകളൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല. തോന്നലുകളല്ല നമ്മുടെ നിയന്ത്രണത്തിൽ, കാരണം അള്ളാഹു ഉദ്ദേശിക്കുന്നതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടെ തോന്നലുകളല്ല, ആ തോന്നലുകളുടെ മുകളിലുള്ള നിയന്ത്രണമാണ് പൊന്നാര സുഹൃത്തെ ബാസിലെ ഇന്നൊക്കെ മനുഷ്യന്മാരാക്കുന്നത്. നിങ്ങളുടെ തലച്ചോറിൽ തോന്നലുകൾ ഉണ്ടാവുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾക്ക് ചില സമയത്ത് മൂത്രമൊഴിക്കാൻ മുട്ടും എന്ന് വിചാരിച്ച് നിങ്ങൾ 24 മണിക്കൂറും നമുക്ക് മൂത്രമൊഴിക്കാൻ മുട്ടിയാലോ എന്ന് പേടിച്ചിട്ട് നമ്മൾ 24 മണിക്കൂറും പിന്നെ മൂത്രപ്പേരയിൽ കഴിഞ്ഞുകൂടുവോ? എനിക്കറിയില്ല. നമുക്ക് തോന്നലുകൾ ഉണ്ടാവും. ആ തോന്നലുകളെ യുക്തിഭദ്രമായി അനലൈസ് ചെയ്തിട്ട് ആ തോന്നലുകളെ പ്രോസസ് ചെയ്യാനുള്ള വിവേകം എന്ന് പറയുന്ന ഒരു സാധനമാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്ന തിരിച്ചറിവ് ബാസിൽ ഉണ്ടായ പ്രശ്നം തീരും. തോന്നലുകൾ ഉണ്ടായിക്കോട്ടെ, തോന്നലുകൾ ഉണ്ടായെന്ന പ്രശ്നം എന്താ? തോന്നലുകൾ ഉണ്ടായ കുഴപ്പം? തോന്നലുകൾ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നതല്ലേ പ്രധാനം. ഇപ്പൊ ബാസിൽ ഇങ്ങനെ ബയോളജി ക്ലാസ് എടുക്കുമ്പോൾ പെട്ടെന്ന് ബാസിലിന് 2 തോന്നി അപ്പൊ തന്നെ പോല ആണോ എന്തോ? ബാക്കിയൊന്ന് വിശദീകരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം, കുറച്ചുകൂടി ഉണ്ട് പറയാൻ. ഗൈനക്കോളജിസ്റ്റ് ആവട്ടെ, ഒരു അപകടത്തിൽ സഹായിക്കുന്നതാകട്ടെ, അപകടത്തിൽ സഹായിക്കുമ്പോൾ അവന്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നതും അവിടെ ആക്ടിവേറ്റ് ആകുന്നതും വേറെ സെന്റൻസ് ആണ്. ബയോളജി നോക്കൂ, അപകടത്തിൽ പെടുമ്പോൾ ആക്ടിവേറ്റ് ആകുന്നതും ചികിത്സിക്കുന്ന ഡോക്ടർ ശരീരം കാണുമ്പോൾ ബ്രെയിനിൽ ആക്ടിവേറ്റ് ആകുന്നതും വേറെ സെന്റേഴ്സ് ആണ്. പൊന്നാര ബാസിലെ, ഇത് സയൻസ് ആണെന്ന് പറയണേ. ആയിക്കോട്ടെ, അബ്ദുള്ള ബാസിലിന്റെ മതത്തിൽ എന്താ പറയണേ? ഇങ്ങനെ വേർതിരിവുണ്ടോ?
നിങ്ങൾ ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ, പ്രത്യേകിച്ച് ഗൈനക്കോളജി ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഒരു മുസ്ലിമായ ഗൈനക്കോളജി ഡോക്ടറെ കാണണം. മുസ്ലിമായ സ്ത്രീ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണം. പ്രൊഫഷണൽ ആയിട്ട് ഈ നോർമലൈസേഷൻ ഉണ്ട് എന്ന് ബാസിൽ ഇപ്പൊ ഇവിടെ വന്ന് ബടായി പറയണല്ലേ. ബാസിലിന്റെ മതത്തിന്റെ മസലയിൽ എന്താ, സാഹചര്യവും സന്ദർഭത്തിനും അനുസരിച്ച് സ്ത്രീ പുരുഷ ഇന്ററാക്ഷൻ ആവാം എന്നാണോ? അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത് അബ്ദുള്ള ബാസിലിനോട്. അബ്ദുള്ള ബാസിൽ ക്ലാസ്സിൽ ഇപ്പോ കുസാറ്റിന്റെ പുറത്ത് ഒരു ഷെഡ് കെട്ടിയിട്ട് ഒരു പരിപാടി സംഘടിപ്പിക്കാന്ന് വിചാരിച്ചോ. ബോർഡിൽ ചിലപ്പോൾ നിങ്ങൾ ക്യാമ്പസ് ഡിബേറ്റ് എന്നൊക്കെ വെക്കുക, കാര്യമാക്കണ്ട. എന്നിട്ട് നിങ്ങൾ കുസാറ്റിന്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരു വലിയ സാരി ഇമ്മാന്റെ അടുത്ത് കടം വാങ്ങി കൊണ്ടുപോയിട്ട് ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികളെ അബ്ദുള്ള ബാസിൽ ഉണ്ടാക്കിയ സജ്ജീകരിച്ച ഷെഡിലേക്ക് ഒരുമിച്ച് നടന്നു വരും. ആൺകുട്ടികൾ പെൺകുട്ടികളൊക്കെ കയ്യെ പിടിച്ച് നടന്നുകൊണ്ട് വന്ന് ഇരുന്നിട്ട് അബ്ദുള്ള ബാസിലിന്റെ അസിസ്റ്റന്റുമാർ കയറിയിട്ട് ഈ ഒരു സാരി നീട്ടി വലിച്ച് കെട്ടും. എന്തിനാ കെട്ടുന്നത്? കുറെ കാലമായിട്ട് ക്യാമ്പസിൽ ഒരുമിച്ച് പഠിച്ച് ജീവിക്കുന്ന കുട്ടികളുടെ ഇടയിൽ നിങ്ങൾ ഈ പറഞ്ഞ പോസ്റ്റ് സെൻട്രൽ ഗ്ലൈറസിന്റെ അസ്ക്യതക്ക് കുറച്ച് ശമനം ഉണ്ടാവുകയും കുറച്ച് നോർമലൈസ് ചെയ്യപ്പെടുകയും ടീച്ചർ കുട്ടികളെ കാണുമ്പോഴും കുട്ടികൾ ടീച്ചറെ കാണുമ്പോഴും സഹപാഠികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹവസിക്കുമ്പോഴും ഒക്കെ നിങ്ങളെ ഗ്ലൈറസ്, ഈ സെൻട്രൽ ഗ്ലൈറസ് കുറച്ച് ഒതുങ്ങിയിരിക്കുകയും ചെയ്യും എന്നാണ് നിങ്ങൾ ഈ പറഞ്ഞതിന്റെ ചുരുക്കമെങ്കിൽ നിങ്ങൾ എന്തിനാണ് ക്യാമ്പസിൽ പരിപാടി നടത്തുമ്പോൾ സാരി വലിച്ചു കെട്ടുന്നത്? നിങ്ങൾ ഈ പറഞ്ഞ സയൻസ് നിങ്ങളെ മതം അംഗീകരിക്കാത്തോണ്ടല്ലേ? ഏത് സാഹചര്യത്തിലും സ്ത്രീയും പുരുഷനും പരസ്പരം ഔറത്താണ് എന്നല്ലേ നിങ്ങളുടെ പ്രശ്നം. ഇനി ഇദ്ദേഹം പറഞ്ഞ ഈ നഗ്നതയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാം. ഞാൻ നിങ്ങളോട് ചോദിക്കാം, അബ്ദുള്ള ബാസിനോട് ഞാൻ ചോദിക്കുന്നത്, സ്ത്രീയുടെ ശരീരത്തിലെ ഔറത്ത് എന്താണ്? നിങ്ങളെ കണക്കനുസരിച്ച് നഗ്നത എന്താണ്? ഒരു സ്ത്രീ അന്യ പുരുഷന്റെ മുഴുവൻ, അവൾ ശരീരം മുഴുവൻ നഗ്നതയാണ് എന്ന് പറഞ്ഞാൽ മുടി, നഖം ഉൾപ്പെടെ സകലതും നഗ്നതയാണ്. സ്ത്രീയുടെ ശരീരം എന്തിനേറെ പറയുന്നു, തലമുടി കുറച്ച് മുകളിലേക്ക് ചുറ്റിക്കെട്ടി, പർദ്ദ ധരിച്ചു, ഹിജാബ് ഇട്ടു, നിഖാബ് ഇട്ടു, എല്ലാം ഇട്ടു, എന്നിട്ട് ഈ മുടി ഒന്നിച്ചിരി ഇങ്ങോട്ട് മുകളിലോട്ട് ചുരുട്ടി കെട്ടിയാൽ അതും നിങ്ങൾക്ക് ഉത്തേജനം ഉണ്ടാക്കും എന്നല്ലേ നിങ്ങളെ മതം പറയണത്? അല്ലേ? നിങ്ങൾ ഔറത്തനുസരിച്ചിട്ട് പർദ്ദ അല്ലാത്തതൊക്കെ സ്ത്രീയുടെ നഗ്നതയല്ലേ? അല്ലേ ബാസിലല്ലേ? നിങ്ങൾ പറയാം എന്താ നഗ്നധാരണ? പിന്നെ ഇദ്ദേഹം ഈ പറയുന്ന കാര്യം, അതായത് ഓരോ സംഭവത്തിൽ ഓരോ സാഹചര്യത്തിനനുസരിച്ച് തലച്ചോറിന്റെ ഓരോരോ ഭാഗങ്ങളാണ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്. ഒരു അപകടത്തിൽപ്പെട്ട് സ്ത്രീയെ രക്ഷിക്കാൻ ചെല്ലുമ്പോൾ തലച്ചോറിൽ ആക്ടിവേറ്റ് ചെയ്യുന്നത്, ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് ഒരു ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറി ചെല്ലുന്ന ഒരു ഡോക്ടറുടെ മുമ്പിലേക്ക് ഒരു രോഗി ചെല്ലുമ്പോൾ അവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നത് വേറെ സെന്റേഴ്സ് അല്ലെ ചെങ്ങായെ? ആ സമയത്ത് എന്ത് സെന്റേഴ്സ്, എന്താ പ്രശ്നം? അബ്ദുള്ള ബാസിൽ പറഞ്ഞ ശാസ്ത്രം ബയോളജി അനുസരിച്ചിട്ട് അവിടെയും പ്രശ്നമല്ലേ ബാസിലെ? എന്തിനാ നിങ്ങൾ പടച്ചോൻ പ്രശ്നമാണ് പറഞ്ഞ കാര്യം നിസാരവൽക്കരിക്കാൻ പാടുണ്ടോ? നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? കാരണം അവർക്ക് ഒരു എന്താ പറയാ, ഒരു സംഭ്രമമോ ഒരു വലിയ അത്യാഹിതം കണ്ടതിന്റെ ഞെട്ടലോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോസ്റ്റ് സെൻട്രൽ ഗ്ലൈറസ് തന്നെ അല്ലായിരിക്കും അല്ലേ ബയോളജി സാറേ? അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ആൾക്കല്ലേ വേവലാതിയും ബേജാറും, പുറത്തു നിൽക്കുന്നവർക്ക് എന്താ പ്രശ്നം? അപ്പൊ ബാസിൽ പറയാ അത് ഓരോരോ സെന്റേഴ്സ് മാത്രമേ ആക്ടിവേറ്റ് ആവുള്ളൂ. വല്ലാത്തൊരു കഥ. എന്നിട്ട് ബാക്കി നോക്കാം. എന്താണ് അയ്യേ അല്ല ഇല്ല എന്നൊക്കെ പറയുന്നത്? അപ്പൊ ബയോളജി സാർ ഇപ്പൊ ആദ്യം കമന്റ് ബോക്സ് എഴുതുന്നതിന് മുമ്പ് ആദ്യം പോയിട്ട് നിങ്ങൾ ഈ പോസ്റ്റ് സെൻട്രൽ ഗ്ലൈറസ് ദർശനത്താൽ ഉത്തേജിതമാകുമോ എന്ന് ഒന്ന് നോക്കിയിട്ട് വരണേ. അപകടത്തിൽപ്പെട്ടാൽ ഒരാളെ സഹായിക്കുമ്പോൾ അവിടെ ആക്ടിവേറ്റ് ചെയ്യുന്ന ബ്രെയിൻ സെന്റേഴ്സ് വേറെയും നോർമലായ ഹ്യൂമൻ ഇന്ററാക്ഷനിൽ നോർമൽ അവസ്ഥയിൽ ആക്ടിവേറ്റ് ആകുന്ന സെന്റേഴ്സ് വേറെയുമാണ്. അവിടെയാണ് ഞാൻ പറയുന്നത്, നോർമൽ അവസ്ഥയിൽ ഒരു ആണിന് പെണ്ണിന്റെ നഗ്നത കണ്ടാൽ സെക്ഷൽ സ്റ്റിമുലസ് ഉണ്ടാകും. അവൻ നോർമൽ ആണെങ്കിൽ എന്ത് കണ്ടാൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ശരിയാണ്, സ്ത്രീയുടെ പുരുഷന്റെയും ദർശനത്തിലൂടെയുള്ള ഉത്തേജനം അല്ലെങ്കിൽ ലൈംഗിക ചിന്ത ഉണരുന്നത് വ്യത്യാസമുണ്ട്, ഫാക്റ്റാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ നഗ്നത എന്ന് ബാസിൽ പറയുന്നത് എന്താണ് എന്ന് ബാസിൽ പറയണം. സ്ത്രീയുടെ മുൻകൈയാണോ, കൈവിരലുകളാണോ, നഖമാണോ, മുടിയാണോ, മുഖമാണോ? ബാസിൽ പറഞ്ഞ എന്താണ്? ബാസിൽ പറഞ്ഞ നഗ്നത എന്താണ്? ഈ ലൈംഗികതയുമായി ബന്ധപ്പെട്ട് സ്ത്രീയിൽ പുരുഷനിൽ ദർശനത്തിലൂടെ ഉണ്ടാവുന്ന ഉത്തേജനത്തിന്റെ ഉണർവിന്റെ കാര്യങ്ങൾ എന്ത് കണ്ടാലാണെന്നാണ് ബാസിൽ പറയണം. ഒന്ന്, അതിനു മുൻപ് അബ്ദുള്ള ബാസിൽ പറയുന്ന നഗ്നത എന്താണെന്ന് പറയണം. അത് സ്ത്രീ ശരീരം മുഴുവനുമാണ്. പിന്നെ ഇദ്ദേഹം പറയുന്നു അപകടവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ചികിത്സയുമായി ബന്ധപ്പെട്ടോ അവിടെ ഉണ്ടാകുന്ന സ്റ്റിമുലേഷൻസ് വേറെയാണ്. ആ സ്റ്റിമുലേഷൻ വേറെ ആണെങ്കിൽ വേറെ ഒരു ചോദ്യം, ഒരു ഗംഭീര ചോദ്യം വരുന്നുണ്ട്. അതിന് ബാസിൽ ഉത്തരം പറയുന്നുണ്ട്. അത് മൊത്തത്തിലുള്ള ഇസ്ലാമിസ്റ്റുകളുടെ, ഇവിടെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണേ, ആ ഉത്തരവോടി കേട്ടിട്ട് ഞങ്ങൾ പോകാവുള്ളൂ. ഞാൻ പറയുന്നത് ഈ കാര്യങ്ങളിലുള്ള വകതിരിവ്, ഈ പറയുന്ന തലച്ചോറിൽ ഉണ്ടാവുന്ന ഉത്തേജനം മാത്രമാണോ മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് അബ്ദുള്ള ബാസിലിനോട് എനിക്ക് ചോദിക്കാം. ഇനി ഈ പറയുന്ന ഈ അപകടങ്ങളിലും അതേപോലെ തന്നെ ചികിത്സയിലും മാത്രമാണോ
മനുഷ്യന് സ്ത്രീയെ ഒബ്ജക്റ്റ് അല്ലാതെ, സെക്സ് ഒബ്ജക്റ്റ് അല്ലാതെ, ഉത്തേജനമില്ലാതെ കാണാൻ പറ്റുള്ളൂ? ഒരു സ്ത്രീയെ ഒരു വ്യക്തിയായി കാണാൻ ഈ അപകടം നടക്കുമ്പോഴും ചികിത്സയുമായി ബന്ധപ്പെട്ടും ഈ നോർമലൈസേഷൻ നടന്നതിന് ശേഷം മാത്രമാണോ കാണാൻ കഴിയുക? അങ്ങനെയാണെങ്കിൽ അത് അബ്ദുള്ള ബാസിലിന്റെ തലച്ചോറിന്റെ പ്രശ്നമാണോ? അബ്ദുള്ള ബാസിലിന്റെ തലച്ചോറിൽ കുത്തിക്കയറ്റിയിട്ടുള്ള ധാർമ്മികതയുടെ, ചിന്തയുടെ പ്രശ്നമാണോ? കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണോ എന്ന് അബ്ദുള്ള ബാസിൽ പറയണം. അബ്ദുള്ള ബാസിലോട് ചോദിക്കണം, അബ്ദുള്ള ബാസിലിന് സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന പർദ്ദ ധരിക്കാത്ത സ്ത്രീകളെ കാണുമ്പോഴെല്ലാം ഉത്തേജനം ഉണ്ടാവാറുണ്ടോ? പല്ല് വേദനയായിട്ടോ അല്ലെങ്കിൽ പല്ല് ക്ലീൻ ചെയ്യാനോ വരുന്ന സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി, സുന്ദരിയോ അല്ലാത്തതോ ആയിട്ടുള്ള ഒരു സ്ത്രീ ബാസിൽ പല്ല് ഡോക്ടറായിട്ട് ഇരിക്കുന്നിടത്ത് വന്ന് വായ പൊളിച്ചിരുന്നാൽ അബ്ദുള്ള ബാസിലിന് ഉത്തേജനം ഉണ്ടാകാറുണ്ടോ? അബ്ദുള്ള ബാസിൽ മിക്സഡ് സ്കൂളുകളിൽ പഠിച്ചിരുന്നു, മിക്സഡ് കോളേജുകളിൽ പഠിച്ചിരുന്നു. നോർമൽ ആയിട്ടുള്ള മനുഷ്യനാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. ഒരു സൈഡിൽ പെൺകുട്ടികളോ ഒരു സൈഡിൽ ആൺകുട്ടികളും ഉണ്ടാവും. ചിലപ്പോൾ പ്രാക്ടിക്കൽ ലാബുകളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചുണ്ടാവും. ടീച്ചർ വന്നിരുന്നിട്ട് സാരി എടുത്ത് ടീച്ചർ അബ്ദുള്ള ബാസിലിന്റെ മുഖത്ത് നോക്കിയിട്ട് ക്ലാസ് എടുക്കുന്നുണ്ടാവും. അബ്ദുള്ള ബാസിൽ ആ ടീച്ചറിനെ മുഴുവനോടെ കാണുന്നുണ്ടാവും. അബ്ദുള്ള ബാസിലിന് സദാ ഉത്തേജനമായിരുന്നു ഉണ്ടായിരുന്നത്. കമന്റ് ബോക്സിൽ കടന്ന് മെഴുകിയിട്ട് കാര്യമില്ല, നേർക്ക് കളത്തിൽ വരാൻ പറയും ബാസിലിനോട്. ആണോ? നിങ്ങൾ ആരാ നിങ്ങൾ ഇതിന് മാത്രം ഉത്തേജിക്കാനും മാത്രം നിങ്ങൾ എന്ത് ഉത്തേജന മരുന്നാണ് കഴിക്കുന്നത്? പാണ്ടിക്കാട് കുഞ്ഞാന്റെ അടുത്ത് മരുന്ന് വാങ്ങിയോ നിങ്ങൾ? ശാസ്ത്രം പറയട്ടെ, കുറച്ചുകൂടി ബയോളജി മാഷ് കുറച്ചുകൂടി പറയട്ടെ. ഞാൻ ഒരു കാര്യം പറയാണ്. നമുക്കറിയാം, ഈ പറയുന്ന പോലെയുള്ള ഹോസ്പിറ്റൽ, നിങ്ങളിപ്പോ ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ പലപ്പോഴും പല ന്യൂസിലും കണ്ടിട്ടുണ്ട് ഡെഡ് ബോഡീനെ വരെ റേപ്പ് ചെയ്യണ ഒരു കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ എന്താ പറയണത്? എന്താണ് നിങ്ങളുടെ ചിന്ത? അപ്പൊ അതിലെ ചിന്താഗതിക്കല്ല കുഴപ്പമുള്ളത്. അല്ലല്ല, ചിന്താഗതിക്കൊന്നല്ല കുഴപ്പമുള്ളത്. ഡെഡ് ബോഡീനെ റേപ്പ് ചെയ്യുന്ന, ഇപ്പൊ നേരത്തെ പറഞ്ഞ നോർമലൈസേഷൻ നടക്കും, തലച്ചോറിൽ ഉത്തേജനം ഉണ്ടാവില്ല. അതായത് ചികിത്സിക്കുന്ന ഡോക്ടറും രോഗിയും തമ്മിൽ കാണുമ്പോൾ ഡോക്ടറുടെ തലച്ചോറിൽ, പുരുഷ ഡോക്ടറുടെ തലച്ചോറിൽ ഉത്തേജനം ഉണ്ടാവില്ല. വേറെ സെന്റേഴ്സ് ആണ് ആക്ടിവേറ്റ് ആവുക. അബ്ദുള്ള ബാസിലിന്റെ പോസ്റ്റ് സെൻട്രൽ ഗ്ലൈറസ് കുറച്ച് തൽക്കാലം ഒന്ന് അടങ്ങി നിൽക്കും. വേറെ ചില സെന്റേഴ്സ് ആണ്, അപകടത്തിൽ പെടുമ്പോഴും അങ്ങനെ തന്നെയാണ്. അവിടെയാണ് ഈ സഹോദരി ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഡെഡ് ബോഡീനെ വരെ റേപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോ അത് എന്തുകൊണ്ടാണ്? അത് അവരുടെ വേറെ എന്തെങ്കിലും പ്രശ്നമാണ്? അല്ല, അതങ്ങനെയല്ല. ബാസിൽ ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ കേട്ടോളൂ. റേപ്പിസ്റ്റുകളെ ന്യായീകരിക്കുന്ന രംഗാണ് ഇനി കാണാൻ പോകുന്നത്. ഞാൻ വെറുതെ പറഞ്ഞല്ല. യുദ്ധബന്ദികളായി പിടികൂടിയ സ്ത്രീകളെ റേപ്പ് ചെയ്യുന്നതിന് ഒരു ഉളുപ്പില്ലാതെ ന്യായീകരിച്ച ബാസിലും സംഘവും ഇതുപോലത്തെ ഒരു പരിപാടിയിൽ ഇരുന്നിട്ട് റേപ്പിസ്റ്റുകളെ ന്യായീകരിക്കുന്ന രംഗം നിങ്ങൾ കണ്ടോളി. ചോദിച്ച ചോദ്യം ഭയങ്കര നല്ലൊരു ചോദ്യമാണ്. ഒരു കയ്യടി വേണമെന്നൊക്കെ ഇടയ്ക്ക് പറയേണ്ടെന്ന് തോന്നുന്നു. ഡെഡ് ബോഡിയെ വരെ റേപ്പ് ചെയ്യുന്ന, ചെറിയ കുട്ടികളെ റേപ്പ് ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ട്. അപ്പൊ നമ്മൾ പറയുന്നത് ഈ വസ്ത്രധാരണം എന്ന് പറയുന്ന ഏക കാരണമാണ് റേപ്പിന് എന്നല്ല. അങ്ങനെ നിങ്ങൾ പറയല്ലേ. പ്രധാന കാരണം, ഏക കാരണം അല്ലെങ്കിൽ പ്രധാന കാരണം എന്താ? കാഴ്ചയിലൂടെ, ദർശനത്തിലൂടെ, ബയോളജി മാഷ് പറഞ്ഞ ബയോളജി അനുസരിച്ച് പോസ്റ്റ് സെൻട്രൽ ഗ്ലൈറസ് ഉത്തേജിക്കപ്പെടുകയും ദർശനേന ഉത്തേജിതമായ ഈ പോസ്റ്റ് സെൻട്രൽ ഗ്ലൈറസിന്റെ പ്രവർത്തന ഫലമായി, തൽഫലമായി മുന്നിലിരിക്കുന്ന സ്ത്രീ ശരീരത്തെ ഒരു ഒബ്ജക്റ്റായി ഐഡന്റിഫൈ ചെയ്യപ്പെടുകയും തൽഫലമായി ഉത്തേജനം സംഭവിക്കുകയും തൽഫലമായി പീഡനം നടക്കുകയും ചെയ്യും. ഇതാണല്ലോ ശാസ്ത്രം, ഇതാണല്ലോ സാറ് പറഞ്ഞ ശാസ്ത്രം. ആ ശാസ്ത്രം അനുസരിച്ച് ഡെഡ് ബോഡിയെ വരെ നേരത്തെ പറഞ്ഞു ചികിത്സയിൽ ഇരിക്കുമ്പോൾ അങ്ങനെ തോന്നൂല, വേറെ ഈ പോസ്റ്റ് സെൻട്രൽ ഉത്തേജിക്കപ്പെടൂല, ഒബ്ജക്റ്റായി ഐഡന്റിഫൈ ചെയ്യപ്പെടൂല, അപ്പൊ ഉദാഹരണം ഉണ്ടാവില്ല, അപ്പൊ റേപ്പ് ചെയ്യൂലല്ലോ. അപ്പൊ ഡെഡ് ബോഡിയോടും ചെറിയ കുട്ടികളോടും ഇത് തോന്നുന്നു എന്ന് പറയുന്ന 6 വയസ്സുള്ള പെൺകുട്ടീനെ വരെ കല്യാണം കഴിച്ചു തരണം, ഇജി എനിക്ക് സ്വപ്നത്തിൽ കണ്ടതാണ്, പട്ടിൽ പൊതിഞ്ഞ പടച്ചോൻ കാണിച്ചെന്നാണ്, കെട്ടിച്ചതാ കൂട്ടുകാരാ കെട്ടിച്ചതാ എന്ന് പറഞ്ഞ ഒരു പ്രവാചകൻ, അബ്ദുള്ള ബാസിലിന്റെ പ്രവാചകനെ ഇത്തരുണത്തിൽ നമ്മൾ ഓർത്തു പോവുകയാണ്, വെറുതെ ഓർത്തു പോവുകയാണ്. എന്നിട്ട് ബാസിലിന്റെ ന്യായം കേട്ടോളി. അബ്ദുള്ള ബാസിൽ അടുത്ത നണ വെടി പൊട്ടിക്കുന്നതാണ്. ഇവിടെ ഈ സയൻസിൽ ഒരു മെത്തേഡ് ഉണ്ട്. അതെന്താ വെച്ചാൽ ഒരു തിയറി ഉണ്ട്, അതായത് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി എന്ന് പറയും. ഒരു അഗ്രഷൻ ഉണ്ടാവണമെങ്കിൽ അതിന് ഫ്രസ്ട്രേഷൻ വേണം. ഓക്കെ, ഇത് സയൻസിലുള്ള എല്ലാവരും അംഗീകരിക്കുന്ന തിയറി കേട്ടോ. അതായത് ഒരാൾ വയലന്റ് ആവണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഫ്രസ്ട്രേഷൻ ഉണ്ടാവണം. അവിടെ ഈ സയൻസിൽ അംഗീകരിക്കപ്പെട്ട ഒരു തിയറിയാണ് ശുദ്ധമായ അസംബന്ധം. ഫ്രസ്ട്രേഷൻ അഗ്രഷൻ എന്ന തിയറി ഉണ്ട്. ആ തിയറിയിൽ ഒരു അഗ്രഷൻ ഉണ്ടാവണമെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാകണം എന്നാണ് ബാസിൽ പറഞ്ഞത്. മീൻസ് ഒരു അഗ്രഷൻ ഉണ്ടാവണമെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവണം എന്ന് സയൻസിൽ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട ഒരു തിയറി നിലവിൽ ഇല്ല. ബാസിൽ ശുദ്ധമായ നുണ പറഞ്ഞതാണ്. ഒന്നാമതേ പറഞ്ഞത് തലതിരിച്ചു പറഞ്ഞു. രണ്ടാമത് അത് സർവരാലും അംഗീകരിക്കപ്പെട്ട, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട, ശാസ്ത്രീയ ലോകം അംഗീകരിച്ച ഒരു തിയറിയും അല്ല. ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ഒരു അഗ്രഷൻ ഉണ്ടാവണമെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവണം. ശ്രദ്ധിച്ചു കേൾക്കണം. മോർച്ചറിയിൽ കിടക്കുന്ന ഡെഡ് ബോഡിയെ റേപ്പ് ചെയ്യുന്നത് പുറത്ത്
പർദ്ദയിടാതെ നടന്ന സ്ത്രീകൾ കാരണമാണ് എന്നാണ് ബാസിൽ പറഞ്ഞത്. അതിന്റെ അർത്ഥം അതാണ്. ചെറിയ കുട്ടികളെ പീഡിപ്പിക്കുന്നവർ, ഹോസ്പിറ്റലിലെ ഡെഡ് ബോഡിയായി മീൻസ് ഒരു മോർച്ചറിയിലെ ഡെഡ് ബോഡിയെ പീഡിപ്പിക്കുന്നവൻ, ആ പീഡനത്തിന്റെ യഥാർത്ഥ കാരണക്കാര് സാരി ഉടുത്ത് അല്ലെങ്കിൽ എന്താ പറയാ ഷോർട്ട് ടോപ്പ് ഒക്കെ ഇട്ടിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ ഈ ബിക്കിനി ഇട്ട് നടക്കുന്ന റോട്ടിലുള്ള പെണ്ണുങ്ങളാണ് എന്നാണ് അബ്ദുള്ള ബാസിൽ പറഞ്ഞത്. സ്ത്രീ വിരുദ്ധ പരാമർശമാണ് ഒന്ന്. രണ്ടാമത് ശാസ്ത്രവിരുദ്ധമാണ് രണ്ട്. ഈ ശാസ്ത്രം ഈ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി എന്ന് പറയുന്ന സാധനത്തെ തലതിരിച്ചു പറഞ്ഞു. അഗ്രഷൻ ഉണ്ടാവണമെങ്കിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാവണം എന്നല്ല. ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടായാൽ അത് അഗ്രഷനിലേക്ക് നയിച്ചേക്കാം. അതിനർത്ഥം അഗ്രഷൻ ഉണ്ടാവണമെങ്കിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാവണം എന്ന് നിർബന്ധമായിട്ടുള്ള കാര്യമല്ല. ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്ന എല്ലായിടത്തും അഗ്രഷൻ ഉണ്ടാകും എന്നും ശാസ്ത്രീയമായിട്ടുള്ള കണ്ടെത്തലില്ല. ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്ന സമയത്ത് അതിനെ പ്രോസസ് ചെയ്യാനുള്ള കെൽപ്പാണ് മനുഷ്യനിൽ ഉള്ളത്. അതാണ് മനുഷ്യന്റെ നോർമൽ ആയിട്ടുള്ള അവസ്ഥ. മറ്റത് മാനസിക പ്രശ്നമാണ്, മാനസികാരോഗ്യ പ്രശ്നമാണ്, മനോവൈകൃതങ്ങളാണ്. ഇത് മറച്ചു വെച്ചുകൊണ്ട് അബ്ദുള്ള ബാസിൽ ഈ കാണിച്ച ഈ പറഞ്ഞത് അപ്പടി നുണയാണ്. ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചോളിയും. അപ്പൊ ഈ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി പ്രകാരം ഒരാൾക്ക് ഒരു അഗ്രഷൻ ഉണ്ടാവണമെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവണം. ഡെഡ് ബോഡിയെ പീഡിപ്പിക്കണമെങ്കിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരെങ്കിലും പർദ്ദയിടാതെ നടക്കുന്ന ഒരു സ്ത്രീയെ ഇതിനെ കണ്ടിട്ടുണ്ടാവണം. അപ്പോൾ ഒരാള് ഡെഡ് ബോഡിയെ പീഡിപ്പിക്കപ്പെടാതിരിക്കണമെങ്കിൽ, മോർച്ചറിയിൽ സൂക്ഷിക്കുന്ന ഡെഡ് ബോഡികൾ പീഡിപ്പിക്കപ്പെടാതിരിക്കണമെങ്കിൽ, ചെറിയ കുട്ടികൾ പീഡിപ്പിക്കപ്പെടാതിരിക്കണമെങ്കിൽ ലോകത്തുള്ള എല്ലാ സ്ത്രീകളും പർദ്ദയിൽ അകത്ത് കയറി ഒളിച്ചിരിക്കണം, അല്ലെങ്കിൽ വീട്ടിലിരിക്കണം. എന്നാൽ പിന്നെ പീഡനം നടക്കൂല എന്ന വിവരക്കേട് ആണ് അബ്ദുള്ള ബാസിൽ ഇപ്പൊ എഴുന്നള്ളിച്ചത്. ഇനി അത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ടാവുന്ന കേട്ടോ. ഒരാൾക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവുകയും അത് അയാളോട് തന്നെ തീർക്കാൻ പറ്റപ്പോ SKN എന്നെ ചീത്ത പറഞ്ഞു. എനിക്ക് SKN തിരിച്ചടിക്കാനുള്ള ഒരു അവസ്ഥയില്ല. ഞാൻ അതെന്ത് ചെയ്യും? അത് ഡിസ്പ്ലേസ്ഡ് ആയി അഗ്രഷൻ തീർക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് സയൻസ് അവിടെ ഇരിക്കൂ, സയൻസിൽ ഉള്ള ഒരു കാര്യമാണ്. ഇതാണ് ഡെഡ് ബോഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ചെറിയ കുട്ടികളോട്. അതായത് അഗ്രഷൻ ഉണ്ടാകുമ്പോൾ, ഒരു അഗ്രഷൻ ഉണ്ടാവുന്നത് ഡിസ്പ്ലേസ്ഡ് ആയി ഒരാളുടെ ഫ്രസ്ട്രേഷൻ ഒരാൾ അഗ്രഷനായി തീർക്കുന്നതാണ്. ഇത് സയൻസ് ആണെന്നാണ് പറയുന്നത്. അതായത് ഒരു അഗ്രഷൻ ഉണ്ടാവണമെങ്കിൽ നിർബന്ധമായിട്ടും പുറകിൽ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെ ഫ്രസ്ട്രേഷൻ ഉണ്ടായാൽ അത് പല സ്ഥലത്തായിട്ട് ഡൈവേഴ്സ് ആയിട്ട് സംഭവിക്കും. അതുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ആശുപത്രിക്ക് പോകുന്ന അറ്റൻഡർ അല്ലെങ്കിൽ ഈ മോർച്ചറിയുടെ കാവൽക്കാരൻ ഏതെങ്കിലും സ്ത്രീകൾ വഴിയിലൂടെ അല്പവസ്ത്രധാരണം നടത്തി പോകുന്നത് കാണുമ്പോഴാണ് ഡെഡ് ബോഡിയെ പീഡിപ്പിക്കുന്നത്. ഇയാളുടെ ഫ്രസ്ട്രേഷൻ ഇയാൾ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ഇയാളുടെ അഗ്രഷൻ ഈ ഡെഡ് ബോഡിയിൽ തീർക്കും എന്ന ശുദ്ധമായ വിവരക്കേട്. ബയോളജി മാഷ് പ്രത്യേകം ശ്രദ്ധിക്കണം. ബയോളജി മാഷാണ്. ചേട്ടന് പെങ്ങളുണ്ട്, എല്ലാവരും പറയണട്ടാ, പെങ്ങൾക്ക് മക്കളുണ്ട്, ഡിഗ്രിക്ക് അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ ചോദ്യകർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യവും അബ്ദുള്ള ബാസിൽ അതിന് പറയുന്ന ഒരു മറുപടി എന്താണ്? ഇതിവൃത്തം. നിങ്ങൾ ഇങ്ങനെ സ്ത്രീ ശരീരം കണ്ടു കഴിഞ്ഞാൽ സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഫ്രസ്ട്രേഷനും അഗ്രഷനും സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീട്ടിലിരിക്കുന്ന അമ്മ പെങ്ങന്മാരെ നിങ്ങൾ വെറുതെ വിടുമോ? ഒന്നാമതേ ബാസിലിന്റെ വിശ്വാസം അനുസരിച്ച് ഇതൊന്നും ഇങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇതൊക്കെ പടച്ചോൻ തീരുമാനിക്കുന്നതിനനുസരിച്ചാണ്. പടച്ചോനാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. പക്ഷെ ഇവിടെ ഈ ചോദിക്കുന്ന ചോദ്യവും അതിന് അബ്ദുള്ള ബാസിൽ പറയുന്ന മറുപടിയും ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നവരൊക്കെ അമ്മ പെങ്ങൾ ഭോഗികളാണ് എന്ന് പറഞ്ഞു നടക്കുന്ന അബ്ദുള്ള ബാസിൽ അതിന്റെ പ്യൂർ സയൻസ് പറയാൻ ശ്രമിക്കുകയാണ്, ബയോളജി പറയാണ്. ശ്രദ്ധിച്ചു കേട്ടോ. അബ്ദുള്ള ബാസിലിന്റെ ഈ സിദ്ധാന്തം അനുസരിച്ചിട്ട് ഇങ്ങനെ സംഭവിക്കൂലേ എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി അബ്ദുള്ള ബാസിൽ ഇസ്ലാമിനെതിരെ സംസാരിക്കുന്നവരെ തകർക്കാനുള്ള അല്ലെങ്കിൽ അവരെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഇവർ കയ്യിൽ കരുതാറുള്ള ആ ഒരു ഓലപ്പാമ്പിനെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന അതിദയനീയമായ രംഗമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. കണ്ടോളൂ. അങ്ങനെ പഠിക്കുന്ന പിള്ളേര് അവർ വീട്ടിൽ വന്നിട്ട് ഡ്രസ്സുകൾ കണ്ട ചേട്ടൻ എന്താവും? അതായത് ബന്ധുക്കൾ അല്ലെങ്കിൽ രക്തബന്ധുക്കളോട് എന്തുകൊണ്ട് തോന്നുന്നില്ല എന്നതിനും സയൻസിൽ ഉത്തരമുണ്ട്. സയൻസിൽ ഉത്തരമുണ്ട്. പക്ഷേ ഇസ്ലാമിസ്റ്റുകൾ പറയാറുള്ളത് അമ്മ പെങ്ങൾ ഭോഗം നടത്താൻ പാടില്ല എന്ന് അള്ള കിതാബ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത് എന്നാണ്. അല്ലേ? ആണോ? അല്ലേ? ആണെങ്കിൽ ആണെന്ന് എഴുതുക, അല്ലെങ്കിൽ അല്ല എന്ന് പറയാം. എന്താണ് അബ്ദുള്ള ബാസിലിന്റെ വാദം? ഇൻസെസ്റ്റ് ചെയ്യാത്തത് കിതാബിൽ പറഞ്ഞത് കൊണ്ടാണ് എന്നാണ് അബ്ദുള്ള ബാസിലിന്റെ വാദം, ഇസ്ലാമിസ്റ്റുകളുടെ വാദം. എന്നിട്ട് പറയാ വീട്ടിലിരിക്കുന്ന ആളുകളോട് ഇങ്ങനത്തെ വൃത്തികേട് തോന്നാത്തത് ശാസ്ത്രത്തിൽ ഉത്തരമുണ്ട്. ആകെ ഒലപ്പാമ്പാണ് ഇവരെ കൈമല്ലുള്ളത്. ഇസ്ലാം മത വിമർശകരെ നേരിടാൻ എപ്പോഴും വേണമെങ്കിലും എടുത്ത് പ്രയോഗിക്കാവുന്ന മുജാഹിദ് ബാലുശ്ശേരി തൊട്ട് അരിയാർ കാസിം തൊട്ട് അബ്ദുള്ള ബാസിൽ തൊട്ട് എല്ലാ കാപ്പിരി കീപ്പിരികളും ഉപയോഗിക്കുന്ന ഒരു ഓലപ്പാമ്പാണ്. ആ ഓലപ്പാമ്പിനെയാണ് ഇവിടെ അബ്ദുള്ള ബാസിൽ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ പോകുന്നത്. കേട്ടോളി. സയൻസിൽ ഉത്തരമുണ്ട് എന്നാ. വീട്ടില് അമ്മേനെയും പെങ്ങളെയും ഉപദ്രവിക്കാത്തതിന്റെ സയൻസ് അബ്ദുള്ള ബാസിൽ പറഞ്ഞു തരികയാണ്. ആ സയൻസ് സുന്നത്ത് വയ്ക്കുമ്പോൾ മേത്ത് കയറി കൂടുന്നതാണോ അല്ലേ എന്നുള്ള ചോദ്യം നമുക്ക് പിന്നെ ചോദിക്കാം.
സയൻസിൽ കൃത്യമായി ജനിതകമായി ഒരു മനുഷ്യന് സ്വന്തം രക്തബന്ധത്തിലുള്ളവരോട് സെക്ഷൽ തോട്ട്സ് ഉണ്ടാവില്ല എന്നുള്ളത് നടക്കുന്നില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അവിടെയാണ് ഡിജിറ്റലൈസ്ഡ്. അതായത് രക്തബന്ധുക്കളോട് സെക്ഷൽ അട്രാക്ഷൻ തോന്നൂലത്രേ. അത് സയൻസ് ആണത്രേ, അല്ലാതെ കിതാബിൽ പറയേണ്ട കാര്യമില്ലത്രേ. അള്ളാഹു കിതാബ് പറഞ്ഞതുകൊണ്ടാണ് അമ്മയും പെങ്ങളെയും വെറുതെ വിടുന്നത് എന്ന് തൊള്ളപടായി പറഞ്ഞ് നടക്കുന്ന അബ്ദുൽ അബ്ബാസിന് പറയാണ്. അപ്പൊ ഖുർആൻ ഇല്ലാതാവുന്നതോടുകൂടി, അള്ളാഹുവിന്റെ നിയമം ഇല്ലാതാവുന്നതോടുകൂടി പിന്നെ നിരീശ്വരവാദികൾക്ക്, സ്വാതന്ത്ര്യ ചിന്തകർക്ക്, ഇസ്ലാം വിമർശകർക്കൊക്കെ എന്തോ ആയിക്കൂടെ, ഓൽക്ക് അമ്മയും പെങ്ങളെയും ഭോഗിച്ചൂടെ എന്ന് ചോദിക്കുന്ന ഈ ഇബിലീസിന്റെ കുട്ടികൾ പറയാണ് അത് ശാസ്ത്രം ഉണ്ടാവും പോലും എന്താണ് രക്തബന്ധത്തിലുള്ള ആളുകളുമായിട്ട് സെക്ഷൽ അട്രാക്ഷൻ തോന്നൂല. അപ്പൊ ചോദിക്കുന്നുണ്ട്, അവിടെയും വീടകങ്ങളിൽ പ്രശ്നം നടക്കുന്നില്ലേ? ഇദ്ദേഹം പറഞ്ഞ അഗ്രഷൻ, ഫ്രസ്ട്രേഷൻ തിയറി കൊണ്ടാണോ വീട്ടിൽ പ്രശ്നം ഉണ്ടാവുന്നത്? അല്ല. പിന്നെയോ? അടുത്ത ചോദ്യം കേട്ടോളി. നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഇപ്പോ ഫാഷൻ ഷോയില് എക്സ്പോസ് ചെയ്ത് നടക്കുമ്പോഴേക്കും നിങ്ങൾക്ക് തോന്നുന്ന ബ്രെയിൻ സെൽ എക്സെട്രാ എക്സെട്രാ എക്സെട്രാ. സോ ഞാനും ഒരു മോഡലാണ്. ഇല്ല, രസം എന്താ വെച്ചാല് ഇങ്ങനെ ഊക്കി വിടുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ കളിയാക്കുന്നത്, ഞോളാക്കുന്നത് പോലും മനസ്സിലാവായിട്ടാണോ അതോ മനസ്സിലാവാത്ത പോലെ കുത്തിരിക്കാനുള്ള തൊലിക്കട്ടികളാണോ എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ബാക്കി ഞാനും ഫാഷൻ ഷോ ചെയ്തിട്ടുണ്ട്. സോ എന്റെ കൂടെ നിൽക്കുന്ന കോ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാര് ദേ ഓൾസോ ഡ്രസ് എക്സ്പോസർ, ഐ മീൻ മെൻ. എനിക്കൊന്നും തോന്നുന്നില്ലല്ലോ സാർ, എനിക്ക് കുഴപ്പമുണ്ടോ? നല്ല ചോദ്യമാണ്. നന്നായി കൈയടിച്ചു. ഇനി അടുത്ത ഒരു സയൻസ് തിരിമറിയാണ് കേട്ടോ, അടുത്ത ഒരു ശാസ്ത്ര തിരിമറിയാണ്, അടുത്ത ഒരു പഠന തിരിമറിയാണ്. കണ്ടോളി. അതായത് എനിക്കങ്ങനെ തോന്നുന്നില്ലല്ലോ, ഞാൻ നേരത്തെ ചോദിച്ചു എനിക്കും തോന്നുന്നില്ലല്ലോ. അപ്പൊ ഇവിടെ കമന്റിൽ ബയോളജി മാഷിന്റെ കുട്ടി പറഞ്ഞത് പിന്നെ അത് ആണുങ്ങൾക്ക് തോന്നുള്ളൂ, ഇജ്ജ് ആണല്ലോ എന്ന്. ശരി, കേക്കട്ടെ. എന്നോട് ചോദിച്ച ചോദ്യത്തിൽ പെണ്ണിന് എന്തുകൊണ്ട് തിരിച്ചു ചോദിക്കുന്നില്ല? ഡേവിഡ് എം ബസിന്റെ ഒരു പുസ്തകമുണ്ട്, ബാഡ്മെൻ എന്ന് പറഞ്ഞുകൊണ്ട്. അത് റെഫർ ചെയ്യാൻ വേണ്ടി പറയാണ്, കൂടുതൽ സമയം തരാത്തതുകൊണ്ട്. സമയം കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡേവിഡ് എം ബസിന്റെ ദ ബാഡ്മെൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, അത് നിങ്ങൾ റെഫർ ചെയ്യണം എന്നാണ്. ഇനി ആ പുസ്തകത്തിൽ നിന്നാണോ അല്ലയോ എന്ന് ഉറപ്പില്ലാത്ത രീതിയിൽ അബ്ദുൽ അബ്ബാസിന്റെ ഒരു സ്യൂഡോ സയൻസ് തല തിരിച്ച് പറയുന്നുണ്ട്. അതൊന്ന് കേട്ടോളി. ഇവിടെ ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, പെണ്ണിന് വിഷ്വൽ സ്റ്റിമുലൈ അല്ല പ്രൈമറി സ്റ്റിമുലൈ എന്ന് പറയുന്നത്. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സെക്ഷൽ തോട്ട്സ് വരണമെന്നുണ്ടെങ്കിൽ കെയറിംഗ് പോലെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോയതിനു ശേഷം മാത്രമേ പറ്റുള്ളൂ. അത് നമ്മൾ അണ്ടർ പെർസെപ്ഷൻ ബയാസ് എന്ന് പറയും. പെണ്ണിന് പെട്ടെന്ന് ആണിനോട് സെക്ഷൽ തോട്ട്സ് വരില്ല, പക്ഷെ ആണിന് വിഷൻ വഴി എന്ത് വരും? സെക്ഷൽ തോട്ട്സ് വരും. ഇത് ബയോളജിയാണ്. പച്ച നോണയാണ് ഇവിടെ പറഞ്ഞത്. അണ്ടർ പെർസെപ്ഷൻ ബയാസ് എന്ന് പറഞ്ഞാൽ പെണ്ണിന് ആണിനോട് വിഷ്വൽ സ്റ്റിമുലയിലൂടെ ലൈംഗിക ആകർഷണം തോന്നൂല എന്നതല്ല. അണ്ടർ പെർസെപ്ഷനും ഈ പറയുന്ന അബ്ദുൽ അബ്ബാസിൽ ഈ പറഞ്ഞ കഥയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഈ ടെർമിനോളജി സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ ആളുകൾ ഇടപഴകുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളുടെ ഇന്റൻഷൻ എന്താണ്, എങ്ങനെയാണ് എന്നതിനെ കുറിച്ചുള്ള ധാരണ പെശകുകളെ കുറിച്ച് പറയുന്ന ഒരു വിശദീകരണത്തെ കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് പുരുഷനെ കാണുമ്പോൾ തോന്നൂല എന്നതല്ല അണ്ടർ പെർസെപ്ഷൻ ബയാസ്. ഒരു പുരുഷൻ സ്ത്രീയുമായി അല്ലെങ്കിൽ ഒരു സ്ത്രീ പുരുഷനുമായി അടുത്തിടപഴകുമ്പോൾ ഈ പുരുഷനിൽ തന്നെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗികമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആകർഷണം തോന്നുന്നുണ്ടോ, അതുപോലെയുള്ള ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ചിന്ത ഉണ്ടോ എന്ന് തിരിച്ചറിയുന്നതിൽ ഉള്ള പാകപ്പിഴവുകളെ കുറിച്ചാണ് പറയുന്നത്. അതിലെ ഇംബാലൻസിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ്. ഉദാഹരണമായിട്ട് ഒരു സ്ത്രീ ഒന്ന് അടുത്ത് പെരുമാറുകയോ അല്ലെങ്കിൽ നല്ല ചിരിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്താൽ അവർക്ക് എന്നോട് സെക്ഷൽ അട്രാക്ഷൻ ഉണ്ട് എന്ന് പുരുഷൻ തെറ്റിദ്ധരിക്കുന്ന ഒരവസ്ഥ. ലൈംഗിക ചുവയോടുകൂടി ഉള്ള സംസാരം സംസാരിച്ചാൽ പോലും അത് ഇങ്ങനെ ഒരു ലൈംഗിക ഉദ്ദേശത്തോടു കൂടിയാണ് ഇയാൾ അപ്രോച്ച് ചെയ്യുന്നത് എന്ന് സ്ത്രീകൾ മനസ്സിലാക്കുന്നതിലുള്ള വ്യത്യാസം. ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പഠനങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള ടെർമിനോളജിയാണ് ഈ അണ്ടർ പെർസെപ്ഷൻ ബയാസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇനി ബയോളജി സാർ പറഞ്ഞതാണ് ശരിയെങ്കിൽ നമ്മൾ ഇമ്പോസിഷൻ ഏതായാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താ നിങ്ങൾ പറയും. നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി, അർജന്റ് ആക്കണ്ട, ഒന്നിലും അർജന്റ് ആക്കണ്ട, നമ്മൾ പതിയെ ആശ്വാസം പോലെ ചെയ്താൽ മതി. അപ്പൊ ഏതെങ്കിലും ഒരു ടെർമിനോളജി എടുത്തുകൊണ്ട് വരിക, സയൻസ് എന്ന് കൂടെ പറയുക, എന്നിട്ട് വിശ്വാസികളുടെ മുമ്പിലേക്ക് ഇതൊക്കെ ഇട്ടുകൊടുത്താൽ ഈ ജാർഗൺസ് വിഴുങ്ങിക്കോളും എന്നാണ് അബ്ദുൽ അബ്ബാസിൽ വിചാരിക്കുന്നത്. അത് ഒരു പരിധി വരെ വിജയിക്കുകയും ചെയ്യും. കാരണം അൺമാസ്കിംഗ് അനോമലീസ് ചാനലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സുഖം, അവിടെ മാഷാ അല്ലാ ബയോളജി മാഷ് എന്നുള്ള കമന്റുകൾക്ക് മാത്രം പ്രാമുഖ്യം കൊടുക്കുകയും ഈ പറഞ്ഞതിലുള്ള വിവരക്കേടോ പ്രശ്നങ്ങളോ
തെറ്റോ ചൂണ്ടിക്കാണിക്കുന്ന കമന്റുകൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി 6 or 7 പേരെ ജോലിക്ക് വെക്കുകയും ചെയ്തിരിക്കുകയാണ് അബ്ദുള്ള ബാസിൽ. ഈ ബയോളജി സാറ് ബയോളജി പഠിപ്പിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏത് കോളേജായാലും XOR Y ഏത് കോളേജായാലും ഇദ്ദേഹം നിങ്ങളെ കുട്ടികളെ ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, ബയോളജി പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കച്ചവടം ഏതാണ്ട് കല്ലത്താവും എന്ന കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല. അല്ലെങ്കിൽ തന്നെ പല്ലു ഡോക്ടറുടെ പണിയാണോ ബയോളജി ട്യൂഷൻ? എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പുരുഷന്മാരെ കാണുമ്പോൾ തോന്നുന്നില്ല, തിരിച്ചവർക്ക് എങ്ങനെ തോന്നുന്നു എന്ന് ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, വളരെ കറക്റ്റ് ആണ്, ജെനുവിൻ ആണ് പറഞ്ഞത്. പെണ്ണിന് വിഷൻ വഴി അങ്ങനെ തോന്നില്ല, ബയോളജിയാണ്. ആണിന് വിഷൻ വഴി തോന്നും, അതും ബയോളജിയാണ്. പച്ച നുണയാണ് ഈ പറഞ്ഞത്. ഒന്ന്. രണ്ടാമത്, ഈ വിഷ്വൽ സ്റ്റിമുലൈ എന്ന് പറയുന്നത് പുരുഷന് മാത്രമുള്ളതാണ്, സ്ത്രീക്ക് ഇല്ലാത്ത എന്തോ ആണ്, അതിന് വേറെ എന്തൊക്കെയോ നാടകം നടക്കണം എന്നൊക്കെ പറയുന്നതും ശുദ്ധമായ അസംബന്ധമാണ്. അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. വിഷ്വൽ സ്റ്റിമുലൈ എല്ലാവർക്കും ഈ സെക്ഷൽ അട്രാക്ഷനുമായി ബന്ധപ്പെട്ടുണ്ട്. എന്നാൽ അതിന്റെ ശാരീരിക പ്രതികരണങ്ങൾ, പ്രവർത്തനങ്ങൾ, ചലനങ്ങൾ, നേരത്തെ പറഞ്ഞ ഗ്ലൈറസിന്റെ പരിപാടികളിലൊക്കെ ചെറിയ നേരിയ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. വിഷ്വൽ സ്റ്റിമുലൈ ഇല്ല പുരുഷനോട് സ്ത്രീക്ക് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അത് പ്രൈമറി അല്ല എന്ന് പറഞ്ഞാൽ ആന മണ്ടത്തരം എന്നേ പറയാൻ പറ്റുള്ളൂ. അതൊക്കെ നമുക്ക് പിന്നെ അതിന്റെ ശാസ്ത്രം വിശദീകരിക്കുന്നിടത്ത് പറയാം. ഹ്യൂമൻ ബീങ്സിന്റെ ഫ്രീ വീലിംഗ് ഇന്റലിജൻസ് എന്നാ പറയണേ. അപ്പൊ നമുക്ക് സെക്സിന്റെ മാത്രമുള്ള കുറെ ബ്രെയിൻ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ സെക്സിന്റെ വരുമ്പം വിൽ പവർ വേണം, അത് എവിടെ നിർത്തണമെന്ന് നാച്ചുറലി വരുമ്പോ. അപ്പൊ നാച്ചുറലി ഇനിയിപ്പോ ഒരാൾക്ക് കാണുമ്പോൾ ആകർഷണം തോന്നി, സ്ത്രീക്ക് പുരുഷനെ കാണുമ്പോഴും പുരുഷന് സ്ത്രീനെ കാണുമ്പോഴും ആകർഷണം തോന്നാം, അതിൽ തെറ്റൊന്നുമില്ല. നല്ല ഭംഗിയുള്ള ഒരു ചെങ്ങായി അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടി എന്നൊരാൾക്ക് തോന്നുന്നതിൽ എന്താ പ്രശ്നം? അതിനെന്തിനാ നിങ്ങൾ ബേജാറാവണേ? അപ്പോ നിങ്ങൾ ഈ അഗ്രഷൻ, ഫ്രസ്ട്രേഷൻ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയി, ഞങ്ങൾ ബയോളജി ബീയിങ് ആണ്, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ബാസിൽ ചോദിക്കുന്നുണ്ട്. എന്താ ചെയ്യാൻ പറ്റാന്ന് അറിയാത്തതിന്റെ പ്രശ്നമാണ് അബ്ദുള്ള ബാസിലിന്റെ. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയി, ഞങ്ങൾ ബയോളജിക്കൽ ബീയിങ് ആയിപ്പോയി, എന്താ ചെയ്യാ എന്നാണ് ചോദിക്കുന്നത്. എന്താ ചെയ്യാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതൊന്നും വേണ്ട. ഇങ്ങനെയുള്ള വിഷ്വൽ സ്റ്റിമുലയും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അസ്ഥാനത്ത് ഉത്തേജിതമാകുന്ന പോസ്റ്റ് സെൻട്രൽ ഗ്ലൈറസും ഒക്കെ ആയിട്ട് നടക്കുന്ന അബ്ദുള്ള ബാസിലിനെ പോലെയുള്ള ആളുകൾക്ക് ഞങ്ങളൊക്കെ വിട്ടാളി. മുഹമ്മദ് നബി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എന്താ ചെയ്യേണ്ടതെന്ന്. അത് ഞങ്ങൾക്ക് ഈ വീഡിയോന്റെ അവസാനം പറഞ്ഞുതരാം. ഈ പ്രശ്നമുള്ള, ഈ അസ്ക്യതയുള്ള ആൾക്കാർക്ക് ഉള്ള മരുന്ന് നബി പറഞ്ഞു തന്നിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഹദീസ് ഉണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, കൺട്രോളിന്റെ കാര്യം പറഞ്ഞു. തീർച്ചയായും കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, യാതൊരു സംശയമില്ല. ഒരു സ്ത്രീ ഏത് രൂപത്തിൽ നഗ്നമായി നടന്നാൽ പോലും നോക്കാൻ പോലും, അനാവശ്യമായി നോക്കാൻ പോലുള്ള അവകാശമില്ല, അത് കൃത്യമാണ്. പക്ഷെ ഒരു സൊസൈറ്റി ഒരിക്കലും ഉട്ടോപ്പിയൽ സൊസൈറ്റി ആയിരിക്കില്ല. ഇവിടെ ഗോവിന്ദച്ചാപ്പിമാരുണ്ട്, ഇവിടെ പലതരത്തിലുള്ള തോട്ട്സ് ഉള്ള പുരുഷന്മാരുണ്ട്. അവരുടെ മുമ്പിലേക്ക് സ്ത്രീ ശരീരം തുറന്നു വെക്കുമ്പോൾ അതിന് അതിൻ്റെതായ കോൺസിക്വൻസ് ഉണ്ട്, ബയോളജിക്കലി അതുണ്ട്. അതുകൊണ്ട് സ്ത്രീ ശരീരം അടിച്ചു വെക്കണം, ഔത്ത് വെക്കണം. ഇതാണ് പരിഹാരം. സിമ്പിളാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഗോവിന്ദച്ചാമിമാരുണ്ട്, പിന്നെ അതേപോലെ അസ്ഥാനത്ത് ഉത്തേജിതമാകുന്ന പോസ്റ്റ് സെൻട്രൽ ഗ്ലൈസറുമായി നടക്കുന്ന പുരുഷുക്കളുണ്ട്, അതേപോലെ തന്നെ വിഷ്വൽ സ്റ്റിമുലയുടെ പ്രശ്നങ്ങളുണ്ട്, ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി തലതിരിച്ച് അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾ ശരീരം ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾ ശരീരം പൂട്ടി വെക്കണം, ഔത്ത് വെക്കണം. ഔത്ത് വെക്കാറിന് അകത്ത് വെക്കണം. ഇതാണ് പരിഹാരം കൂട്ടരെ. ഇനി ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഒന്നുകൂടി ചോദിക്കുകയാണ്. സ്ത്രീകൾ എക്സ്പോസ് ചെയ്തിട്ട് നടന്നാൽ, ശരീരം പ്രദർശിപ്പിച്ച് നടന്നാൽ എന്ന് ബാസിൽ പറഞ്ഞല്ലോ. ശരീര പ്രദർശനം എന്ന് പറഞ്ഞാൽ എന്താണ് ബാസിലെ? ഔറത്ത് മറക്കാതെ നടന്നാൽ എന്നല്ലേ ബാസിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ആണ്. ഔറത്ത് മറക്കാതെ നടന്നാൽ എന്ന് പറഞ്ഞാൽ എന്താണ് അബ്ദുള്ള ബാസിലെ? പബ്ലിക്കിൽ മറക്കു വെക്കേണ്ട ഔറത്ത്, സ്ത്രീ ശരീരം ചാക്കിൽ മൂടണം. ഇതാണ് ബാസിൽ പറഞ്ഞതിന്റെ ചുരുക്കം. ഫാഷൻ ഷോ നടത്തിക്കോളി, കുഴപ്പമില്ല, പക്ഷെ ബുർഖ ഇട്ടിട്ടായിക്കോളണം. എന്നാ ബാസിൽ അംഗീകരിക്കാം. കാരണം അവിടെ പോസ്റ്റ് സെൻട്രൽ ഗ്ലൈസർ ഒന്നും പ്രശ്നം ഉണ്ടാക്കൂല, അവിടെ വിഷ്വൽ സ്റ്റിമുലയുടെ പ്രശ്നമില്ല. അതുകൊണ്ട് ഫാഷൻ ഷോ നടത്തുമ്പോഴും നിങ്ങൾ ചുവപ്പ്, പച്ച, മഞ്ഞ എന്നിത്യാദി ബുർഖയും മുഴുവനായിട്ട് മൂടുന്ന വസ്ത്രവും ധരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തോ, നിങ്ങൾ ഫാഷൻ ഷോ നടത്തിക്കോ, ഒരു കുഴപ്പമില്ല എന്നാണ് അബ്ദുള്ള ബാസിൽ. നല്ല പരിഹാരമല്ലേ? ഈ പരിഹാരത്തിന് എത്ര മാർക്ക്? ബയോളജി മാഷ്ക്ക് എത്ര മാർക്ക് പറയും? നമ്മളെല്ലാരും ബയോളജിക്കൽ ബീയിങ്സ് ആണ്, എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അങ്ങനെ ആയിപ്പോയി, എന്ത് ചെയ്യാനാ? ഇതാണ് പറയണത്. നമ്മൾ എന്ത് ചെയ്യാനാ? നമ്മൾ ബയോളജിക്കൽ ബീയിങ്സ് ആയിപ്പോയി, എന്ത് ചെയ്യാനാ? നേരത്തെ ചോദിച്ചു, നമുക്ക് എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടാവുന്നതോ അല്ലെങ്കിൽ ഒരു തോന്നൽ ഉണ്ടാവുന്നതോ അതനുസരിച്ച് ജീവിക്കുന്ന മൃഗമല്ലല്ലോ മനുഷ്യൻ. ആ തോന്നലുകൾ എവിടെ നിർത്തണമെന്നും ഈ തോന്നലുകൾ എന്താണെന്നും എന്തുകൊണ്ടാണെന്നും ഈ തോന്നലുകൾക്ക് അനുസരിച്ച് റിയാക്ട് ചെയ്യുന്നതിന് മുൻപ് വിവേചന ബുദ്ധി എന്നൊരു സാധനം കൂടി മനുഷ്യനുണ്ടല്ലോ. ഇനി ബയോളജിക്കൽ ബീയിങ് ആയി എന്ത് ചെയ്യാനാ?
നിങ്ങൾ പർദ്ദടാതെ പുറത്തേക്ക് ഇറങ്ങിയാൽ എന്റെ ഗ്ലൈസർ പിന്നെ ഉത്തേജിക്കും, ഞാൻ എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കുന്ന ബാസിലിന് മുഹമ്മദ് നബി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ചിന്ത, നിങ്ങൾ ഇങ്ങനത്തെ ബയോളജിക്കൽ ബീയിങ് ആണ്, നിങ്ങൾ സോഷ്യൽ ബീയിങ് അല്ല, നിങ്ങൾ വെറും കേവലമായിട്ടുള്ള ഈ സെൻസറി ഓർഗണുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉത്തേജിതമാകുന്ന ശരീരാവയവങ്ങൾ അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് സ്വാഭാവികമായിട്ട് എടുത്തു ചാടുന്ന ഗോത്രജീവികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള മരുന്ന് എന്താന്ന് നിങ്ങളെ നബി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു ദിവസം ഇതാണുള്ള പ്രശ്നം, കണ്ടു, ഉത്തേജിക്കപ്പെട്ടു, പിന്നെ അഗ്രഷൻ, ഫ്രസ്ട്രേഷൻ, അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവും. നിങ്ങൾ ഒറ്റ ഹദീസ് പഠിച്ചാൽ മതി. എന്താ ഹദീസ്? ഒരു ദിവസം മുഹമ്മദ് നബി അങ്ങാടിയിൽ നിൽക്കുക. അപ്പൊ ഒരു പെണ്ണ് കൂടി പോയി, ഒരു സ്ത്രീ പോയി മുഹമ്മദ് നബിയുടെ പോസ്റ്റ് സെൻട്രൽ ഗ്ലൈസർ ബയോളജി മാഷ് പറഞ്ഞ അനുസരിച്ചിട്ട് ഉത്തേജിതമായി ഒരു സെക്ഷൽ ഒബ്ജക്റ്റ് ആയിട്ട് ഈ സ്ത്രീയെ ഐഡന്റിഫൈ ചെയ്തു. പ്രശ്നമായി. സംഗതി പച്ച മലയാളത്തിൽ പറഞ്ഞ വേറെയാണ്, ഞാൻ പറയണില്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ബയോളജിക്കൽ ബീയിങ് ആയി പോയി എന്നാണ് ബാസിൽ പറയുന്നത്. എന്ത് ചെയ്യും എന്ന് മുഹമ്മദ് നബി കാണിച്ചു തരാൻ മാത്രമല്ല സഹാബികളെ വിളിച്ചുകൂട്ടി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതെങ്കിലും പോയി പഠിക്കേണ്ട ബാസിലെ. പല ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് ബയോളജി ക്ലാസ് എടുത്ത് നടന്നിട്ട് കാര്യമുണ്ടോ? മുഹമ്മദ് നബി വേഗം വീട്ടിലേക്ക് ഓടി. കാരണം അങ്ങാടിയിൽ വെച്ച ഒരു സ്ത്രീയെ, ഒരു മുസ്ലിം സ്ത്രീ അല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ പർദ്ദ ധരിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് മുഹമ്മദ് നബിയുടെ പോസ്റ്റ് സെൻട്രൽ ഗ്ലൈസർ ഉത്തേജിതമാവുകയും ഒരു സ്ത്രീയെ ഒരു ഒബ്ജക്റ്റായി ഐഡന്റിഫൈ ചെയ്യപ്പെടുകയും സംഗതി ഇളകി തുടങ്ങുകയും ചെയ്തു. ഉടനെ മുഹമ്മദ് നബി, മാലോകർക്ക് ആകെ മാതൃകയാക്കാവുന്ന മുഹമ്മദ് നബി വീട്ടിലേക്ക് ഓടി. അങ്ങനെ ചെല്ലുമ്പോ സൈനബ് ഒരു തുകൽപാത്രം വൃത്തിയാക്കി കൊടുക്കാണ്. പുറത്ത് തുകൽപാത്രം കഴുകി വൃത്തിയാക്കുന്ന സൈനബിനെ കയ്യും പിടിച്ച് ഇജു പെട്ടെന്ന് വാ പമ്പറന്നോളെ എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് നബി സൈനബിന്റെ കയ്യും പിടിച്ച് ആ തുകൽ കഴുകുന്ന നടത്തുന്ന സൈനബിനെ പിടിച്ച് വീടിന്റെ ഔത്തോക്ക് ഓടി എന്ന് മാത്രമല്ല, ഈ എന്താണ് ആ ഗ്ലൈസറിന്റെ, പോസ്റ്റ് സെൻട്രൽ ഗ്ലൈസറിന്റെ ഉത്തേജനത്തിന് ശമനമൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം, ആ ഫ്രസ്ട്രേഷന്റെ അഗ്രഷൻ മുഴുവൻ സൈനബിൽ തീർത്തതിനു ശേഷം മുത്തായ മുഹമ്മദ് നബി പുറത്തു വന്നിട്ട് സഹാബിമാരെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും സ്ത്രീകളെ കാണുകയും നിങ്ങളുടെ പോസ്റ്റ് സെൻട്രൽ ഗ്ലൈസറുകൾ ഉത്തേജിതമാവുകയും ചെയ്താൽ നിങ്ങൾ വേഗം നിങ്ങളുടെ ഭാര്യമാരുടെ അടുത്തേക്ക് ഓടിപ്പോകണം. നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ, അഗ്രഷൻ നിങ്ങൾ ഡൈവേഴ്സിഫൈ ചെയ്ത് കുട്ടികളുടെ മുമ്പിലും ഡെഡ് ബോഡിയുടെ മുമ്പിലും തീർക്കരുത് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, 1400 കൊല്ലം മുമ്പ് ഈ പോസ്റ്റ് സെൻട്രൽ ഗ്ലൈസറും ഈ ഉത്തേജനവും ഈ വിഷ്വൽ സ്റ്റിമുലയും ഒക്കെ ശാസ്ത്രീയമായി കണ്ടുപിടിക്കുന്നതിന്റെയും 1500 കൊല്ലം മുമ്പ് ഞങ്ങൾ ബയോളജിക്കൽ ബീയിങ് ആയി എന്താ ചെയ്യാ എന്ന് ബാസിൽ ചോദിക്കുന്നതിന്റെ ഉത്തരം മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 കൊല്ലം മുമ്പ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെങ്കിലും പഠിച്ചൂടെ എന്റെ ബാസിലെ? നിങ്ങൾ എന്താ ചെയ്യാ? ഇതേപോലെ അങ്ങനെ ഉത്തേജനം ഉണ്ടായാൽ കൺട്രോൾ ചെയ്യുകയും വീട്ടിലേക്ക് ഓടിപ്പോവുകയും ചെയ്യുക. അതിനുള്ള ഈമാൻ ഉറപ്പെങ്കിലും നിങ്ങൾക്ക് വേണ്ടേ? അല്ലാതെ നാട്ടിൽ കൂടെ ഏതെങ്കിലും പെൺകുട്ടികളെ ലിപ്സ്റ്റിക് ഇട്ട് പോയ ഓലൊക്കെ വേശ്യത്തരം കാണിക്കുന്നവരാണ് എന്ന് ഉളുപ്പില്ലായ്മ വിളിച്ചു പറയുകയും ഇതുപോലെയുള്ള വിവരക്കേടും വൃത്തികേടും ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് വിളമ്പുകയും സ്ത്രീവിരുദ്ധത പറയുകയും ഈ പിഡോഫൈലുകളെയും അതേപോലെ തന്നെയും നെക്രോകളെയും ഒക്കെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ദുരവസ്ഥ ലോകത്ത് ഒരു പരി ഡോക്ടർക്കും ഉണ്ടാവരുതേ എന്നാണ് എൻ്റെ അപ്പൊ ഇതാണ് ബയോളജി സാറിന്റെ ബയോളജി ക്ലാസ്. എന്തായാലും ബയോളജി സാറിന്റെ ഇതുകൊണ്ടാണ് ബയോളജി മാഷ് എയറിലായതും എല്ലാ ഇൻസ്റ്റഗ്രാമിലും സകല പെൺകുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ബോധമുള്ള സകല മനുഷ്യന്മാരും ഈ ബയോളജി മാഷിനെ റോക്കറ്റിൽ കയറ്റി ആകാശത്തോട്ട് വിട്ടത്. അതുകൊണ്ടാണ് ബയോളജി മാഷ്ക്ക് വിശദീകരിച്ചും തൃപ്തി വരാത്തത്. അതുകൊണ്ട് ബയോളജി സാറിന്റെ ബയോളജി ക്ലാസ്സുകൾ ബയോളജി അറിയാവുന്ന ആളുകൾ സെൻസർ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അതല്ലെങ്കിൽ ഈ ക്ലാസ്സുകളൊക്കെ ഈ ബയോളജി മാഷ് ട്യൂഷൻ എടുക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ വേറെ ഒരു ബയോളജി മാഷെ കാണിച്ച് ഉറപ്പുവരുത്തുന്നതും നന്നായിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം.